മരണാനന്തരം ഒരു ജീവിതം ഇല്ലെങ്കിൽ ഈ ഐഹികമായ നശ്വരമായ നൈമിഷികമായ ഇവിടുത്തെ ജീവിതത്തിനൊരർത്ഥമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഈ അങ്ങാടിയിലേക്ക് 5 മണിക്കും 6 മണിക്കും കൂലിപ്പണി കഴിഞ്ഞ് അത്യാവശ്യം ജോലികളിലും കാര്യങ്ങളിലും ഏർപ്പെട്ടവർ അതൊക്കെ അവസാനിച്ച് കൂട്ടുകാരോടൊത്ത് അല്പസമയം ഒന്ന് വർത്തമാനം പറയാൻ, സാധന സാമഗ്രികൾ വാങ്ങാൻ, രാഷ്ട്രീയ ചർച്ചകളിൽ ഏർപ്പെടാൻ ഒക്കെയായി വന്ന് ഈ അങ്ങാടിയിൽ കവലയിൽ വന്നു ചേർന്നവരാണ്. നമ്മുടെയൊക്കെ സംസാരത്തിനൊരർത്ഥം ഉണ്ടാവണ്ടേ? ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്? അത് ഭൗതികമായ ചില സംസാരങ്ങളാണ്. പഞ്ചായത്ത് തല ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചുടേറിയ ചർച്ചകൾ നടക്കാനിരിക്കുന്ന സമയങ്ങളാണ് ഇനി വരുന്നത്. അതോരോ വാർഡിലും 10ഉം 20ഉം വോട്ടൊക്കെ നിർണായകമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഈ വാർഡുകളിൽ അതിന്റെ ചർച്ച നടക്കും. ഓരോ സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് ആവശ്യമായ നിലക്ക് വിജയിക്കാൻ ആവശ്യമായ നിലക്കുള്ള സംസാരങ്ങൾ നടത്തും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒന്നിലേക്ക് എത്തുവാനുള്ള ചർച്ചകളും സംസാരങ്ങളുമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളിലേക്കോ താൽക്കാലികമായി മാറി മാറി വരുന്ന ഗവൺമെന്റുകളെ കുറിച്ചൊന്നുമല്ല സംസാരിക്കാനിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ എത്ര കാലം നമ്മൾ ജീവിക്കും? അതിനൊരു ഉത്തരമുണ്ടോ നമ്മുടെ മനസ്സിൽ? ഇപ്പൊ എന്നെ കേൾക്കുന്ന മുസ്ലിം അല്ലാത്ത ഒരാൾ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ എത്ര കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കും? ഞാൻ ഇനി ഒരു 10 വർഷം കൂടി ജീവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മുടെ കയ്യിൽ എന്ത് പ്രൂഫാണുള്ളത്? എന്ത് രേഖയാണുള്ളത്? എന്ത് ഉറപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മളിങ്ങനെ ഒരു വമ്പ് വർത്തമാനം പറയാന്നല്ലാതെ നമുക്ക് 10 വർഷം നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മുടെ കയ്യിൽ ഒരു രേഖയില്ല. 10 വർഷം പോയി, 10 ദിവസം പോയി, 10 മണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് 10 നിമിഷം ജീവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നാണ്. അവൻ ആത്യന്തികമായി രക്ഷയെക്കുറിച്ച് ആലോചിക്കുന്ന, പാരത്രിക ലോകത്തെക്കുറിച്ച്, പരലോക വിശ്വാസമുള്ള, മരണാനന്തരം ഒരു ലൈഫുണ്ട്, ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അങ്ങനെ പറയാനാകൂ, ഒരു മനുഷ്യൻ അങ്ങനെ പറയാനാവൂ. നമ്മുടെ കൂടെ പഠിച്ച എത്ര പേരാണ് ലോകത്തുനിന്ന് മരിച്ചുപോയത്? നമ്മുടെ കുടുംബത്തിൽ എത്ര മനുഷ്യരാണ് നമ്മെ വിട്ടു പിരിഞ്ഞു പോയത്? പ്രായമേറി രോഗാതുരമായ അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ കിടന്ന നമ്മുടെ അച്ഛന്, അമ്മ, അങ്ങനെ പലരും മരിച്ചിട്ടുണ്ട്. വാപ്പ, ഉമ്മ പലരും മരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നാം പ്രതീക്ഷിക്കുന്ന ചെറുപ്പമുള്ള യൗവനത്തിന്റെ സമയമുള്ള ആളുകൾ നമ്മെ വിട്ടു പിരിഞ്ഞിട്ടില്ലേ? ഡ്രൈവിംഗിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്ന് നാം വിചാരിച്ച ഒരാൾ, അയാളുടെ കണ്ണൊന്ന് അടഞ്ഞുപോയി, ഉറക്കം വന്ന്, അയാൾ മാത്രമല്ല വാഹനത്തിലുള്ള പലരും ആ കുടുംബത്തെ വിട്ടു പിരിഞ്ഞിട്ടില്ലേ? ഈ ഭൂമിയിൽ നിന്ന് നാം വിട പറയുമ്പോ സുഹൃത്തുക്കളെ, ഇനി എങ്ങോട്ടാണ് യാത്ര? ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച ഒരാളോടുള്ള ചോദ്യമാണ്, എങ്ങോട്ടാണ് യാത്ര? മരിച്ചു മണ്ണായി മണ്ണിലേക്ക് ഇടകിച്ചേർന്ന് പുഴുക്കളും വണ്ടുകളും ഒക്കെ നമ്മുടെ ശവശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ, മണ്ണിലേക്ക് വെച്ച, സെമിത്തേരിയിൽ വെച്ച, ഖബർസ്ഥാനിൽ വെച്ച, പൊതുശ്മശാനത്തിൽ വെച്ച നമ്മുടെ ശരീരത്തിൽ വണ്ടും പുഴുക്കളും കയറി ഇറങ്ങി അത് കാർന്നു തിന്ന് അവസാനം എല്ലുപോലും ബലവത്തായ അല്പം എല്ലുകളല്ലാതെ മറ്റൊന്നും ബാക്കിയാവാത്ത വിധത്തിൽ അങ്ങനെ അവസാനിച്ചു പോകേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതമെന്ന് നാം വിചാരിക്കുന്നുവെങ്കിൽ ഇവിടെ എന്തിനാണ് സദാചാര മര്യാദകൾ? ഇവിടെ എന്തിനാണ് കുടുംബജീവിതം? എന്തിനാണ് വിവാഹം?
അത് പാടില്ല, ഇത് ചെയ്യരുത്, ഇത് കാണരുത്, ഇത് കേൾക്കരുത് എന്ന് പറയുന്ന വിലക്കുകളും വിലങ്ങുകളും എന്തിനാണ്? ഏത് മതത്തിൽപ്പെട്ട ഒരാളാകട്ടെ, ആ മനുഷ്യൻ ജീവിച്ചു വൃത്തികെട്ടവനായി, തോന്നിവാസിയായി, അയൽവാസിക്ക് ഭീഷണിയായി, പോലീസിന് പ്രയാസമുണ്ടാക്കുന്ന, നിയമത്തിന് പ്രയാസമുണ്ടാക്കുന്ന, നിരന്തരമായി കോടതി കയറി ഇറങ്ങേണ്ടവനായി, അവന്റെ അച്ഛനും അവന്റെ വാപ്പയും ഒക്കെ ഒരു വടിയെടുത്ത് മുറിച്ചിട്ട് എനിക്കിങ്ങനൊരു മോനില്ല എന്ന് നിയമപാലകർക്ക് മുമ്പിൽ പറയേണ്ടി വരുന്ന വൃത്തികെട്ടവനായി ലോകത്ത് ജീവിച്ചിട്ട് അവനും മരിച്ച് മണ്ണിലേക്ക് ചേർന്നു. അതോടുകൂടി അവന്റെ ലൈഫ്, ജീവിതം തീർന്നു എന്നാണ് വെപ്പെങ്കിൽ, ഒരു മനുഷ്യൻ അയൽവാസികൾക്ക് ഉപകാരം ചെയ്യുന്നു, നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്, നല്ല പരോപകാരം ചെയ്യുന്ന ഒരാളാണ്, സമൂഹത്തിൽ വേണ്ടപ്പെട്ട ഒരാളാണ്, മാന്യനായി ജീവിക്കുന്ന ഒരാളാണ്, ഒരു നിലക്കുമുള്ള അഭിഹിതങ്ങളിലേക്ക് പോവാത്ത ഒരു വ്യക്തിത്വമാണ്, ലഹരിയുമായി അയാൾക്ക് ബന്ധമില്ല, മയക്കുമരുന്നുമായി അയാൾക്ക് ബന്ധമില്ല, സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ, ബുദ്ധിയെയും ശരീരത്തെയും ശക്തിയെയും എല്ലാത്തിനെയും തകർത്തു കളയുന്ന, ആ അർത്ഥത്തിൽ വ്യത്യസ്തമായ MDMA പോലെയുള്ള ലഹരി ഉപയോഗങ്ങൾ ഒന്നിലും ഇടപെടാതെ ഒരു മാന്യനായ മനുഷ്യനായി, ഒരു ചെറുപ്പക്കാരനായി അവൻ ജീവിച്ചു, അവനും മരിച്ചു, മണ്ണായി മണ്ണിലേക്ക് ചേർന്നു. ഇതോടുകൂടി ജീവിതം അവസാനിക്കുകയാണെങ്കിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്ക് എന്ത് ലാഭനഷ്ടങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്? കളവ് പറഞ്ഞിട്ടില്ല, കട്ടിട്ടില്ല, ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, സ്ത്രീകൾക്ക് നേരെ ഒരു വൃത്തികെട്ട കമന്റ്സ് പോലും പറയാത്തവനാണ്. അങ്ങനെ ഒരാൾ ജീവിച്ചു, അയാളും മരിച്ചു, മണ്ണിലേക്ക് ചേർന്നു. സർവ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരാളും മരിച്ചു, മണ്ണിലേക്ക് ചേർന്നു. രണ്ടുപേരും ഈ മണ്ണിലേക്ക് വെക്കുന്നതോടുകൂടി തത്തുല്യമായി തീരുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ? എന്ത് ലാഭനഷ്ടങ്ങളാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മതം, അത് മുഹമ്മദ് അഹമ്മദ് ഫാത്തിമ എന്ന പേരിട്ടവർക്ക് മാത്രം ഉൾക്കൊള്ളാവുന്ന ഒരു മതമല്ല. അങ്ങനെ വിചാരിച്ച ആളുകളുണ്ട്. ഇസ്ലാം എന്നത് എന്റെ കുത്തകയാണ്, അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞ സമർപ്പണം എന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മനുഷ്യരെ, അത് ഈ ലോകത്തിന്റെ രക്ഷിതാവായ, പ്രപഞ്ചത്തിന്റെ നാഥനായ, അണ്ടകടാഹങ്ങളുടെ അധിപനായ മഹാശക്തി എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്നില്ലേ, ആ മഹാശക്തിക്ക് മുമ്പിൽ കീഴൊതുങ്ങലാണ്. ഒരാളുടെ മുമ്പിലും തോൽക്കുകയല്ല. നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവിന്റെ മുമ്പിൽ നാം കീഴൊതുങ്ങുകയാണ്. അതിനാ മുസ്ലിം എന്ന് പറയുന്നത്. അവൻ കീഴൊതുങ്ങുന്നവനാണ്, ഒരാളെയും ഭയപ്പെട്ടിട്ടല്ല, അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ഭയപ്പെട്ടിട്ട്, ഏതെങ്കിലും ഒരാളുടെ പ്രലോഭനത്തിന് വഴങ്ങിയിട്ടല്ല. പരിശുദ്ധ ഖുർആൻ മനുഷ്യലോകത്തോട് പറയുന്ന വാചകം ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്നാണ്. ഈ നാട്ടിലെ കൃഷ്ണനോടോ രാമനോടോ ജോസഫിനോടോ മുഹമ്മദിനോടോ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, നീ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിം ആകണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണ് എന്നാണ് അള്ളാഹുവിന്റെ മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഒരാളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മതത്തിലേക്ക് വിളിക്കാൻ പാടില്ല. കണ്ടോ, നിനക്ക് വീട് കെട്ടിത്തരാം, നിന്റെ സാമ്പത്തിക പ്രയാസം തീർത്തു തരാം, നിന്റെ ഹോസ്പിറ്റൽ ബില്ലടക്കാം, പകരം നീ മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ ഇസ്ലാമിന് കുഴപ്പമുണ്ട് എന്നാണ്. പറഞ്ഞവന്റെ ഇസ്ലാമിന് കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായില്ലേ? അതാ ഇസ്ലാം പഠിപ്പിച്ചത്. ഇപ്പൊ പ്രലോഭനല്ല ഇസ്ലാമില്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിലെ മനുഷ്യരെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലേക്ക് കടന്നു വന്ന 1,00,000-ലധികം പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകനോട് ഖുർആൻ തന്നെ പറയുന്നത് ഫദക്കിർ, താങ്കൾ ഉത്ബോധനം നടത്തണം.
താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. കണ്ടോ എന്താ പറഞ്ഞത്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ല വകഫർ. ഉപദേശിക്കണം നബിയേ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇതാണ് ശരി, ഇത് തെറ്റ്, ഇത് ധർമ്മം, ഇത് അധർമ്മം, ഇത് നീതി, ഇത് അനീതി, ഇത് ഇരുട്ട്, ഇത് വെളിച്ചം, ഇത് ഋജുവായ മാർഗം, ഇത് നേരായ മാർഗം, ഇത് വക്രതയില്ലാത്ത മാർഗം, ഇത് ശരിയായ മാർഗം, ഇത് അപകടത്തിലേക്കുള്ള റൂട്ടാണ്, വക്രത നിറഞ്ഞ റൂട്ടാണ്, പിടച്ച വടിയാണ്. പറഞ്ഞു കൊടുക്കണം. താങ്കൾ ഒരിക്കലും ഒരു ഉത്ബോധകനല്ലാതെ മറ്റാരുമല്ല. താങ്കൾ അധികാരം ചെലുത്തേണ്ടവനല്ല, ബലം പ്രയോഗിക്കേണ്ടവനല്ല. എന്നിട്ട് ഉപദേശിക്കുമ്പോ തിരിഞ്ഞു പോകുന്നവർ പോയിക്കൊള്ളട്ടെ. ആ ഉപദേശം കേൾക്കാൻ താല്പര്യമില്ല, ശുണ്ഠി തോന്നുന്നു, ദേഷ്യം തോന്നുന്നു, പറയുമ്പോ അവര് പോയിക്കോട്ടെ. അവർ മടങ്ങി വരാനുള്ളത് നമ്മുടെ അടുക്കലേക്കാണ്. ആ നമ്മളാരാ? മടങ്ങി വരാനുള്ളത് ഈ മഹാശക്തിയിലേക്കാണ്. ഹൈന്ദവ, ക്രൈസ്തവ, മുസൽമാനെ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്കാണ് നിന്റെ മടക്കം. അവനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നാമാണ്. പക്ഷെ നിങ്ങളെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഇതുപോലെയുള്ള കവലയിൽ നിങ്ങൾ വന്ന് സത്യം സത്യമായി പറയണം, ഹക്ക് ഹക്കായി പറയണം, സത്യം സത്യമായി നിങ്ങൾ ഉറപ്പിച്ചു പറയണം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. അത് അവരുടെ ഇഷ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ട. ഇപ്പൊ ഈ സംസാരം കേൾക്കുന്ന ഒരാളോട് നിർബന്ധമായി നീ ഇത് കേൾക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. കേൾക്കണേ എന്ന് നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുന്നു. കേൾക്കണേ. കേട്ടിട്ട് നമുക്കെന്താ ലാഭം? ഇതിൽ എനിക്കെന്ത് പ്രോഫിറ്റ് ആണുള്ളത്? ഒന്നുമില്ല, ഈ ലോകത്തൊന്നുമില്ല. പക്ഷെ നാളെ അനന്തമായ അനശ്വരമായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞ സർവശക്തനായ പ്രപഞ്ചനാഥനായ വിരാട് പുരുഷനായ ഹിരണ്യഗർഭനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കോടതിയിൽ ലാഭമുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സംസാരം നടത്തുന്നത്. അതല്ലാതെ ഇവിടുത്തെ ഒരു ലാഭവും ഇതിന്റെ പിന്നിലില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, കേൾപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രവാചകന്മാരിലൂടെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഭൂമിയിൽ നടപ്പിലാക്കിയത്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു നബി വരാനില്ല. ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന യേശു ക്രിസ്തു ഇനി ഭൂമിയിലേക്ക് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു മതം. അതല്ലാതെ ഒരു പ്രവാചകന്റെ വരവ്, സാധാരണ നബിമാർ ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന് ആളുകളെ ദുലുമാത്തുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചതുപോലെ ഒരു ദഅവത്തിന്റെ, റിസാലത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു നബി വരാനില്ല. ഇല്ല. പ്രവാചകൻ വന്ന സമയത്ത് ഡാർക്ക് ഏജ് ആണ്, ഇരുണ്ട യുഗമാണ്, വിവരമില്ലായ്മയുടെ കാലഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ ദീന് പഠിപ്പിച്ചു. യുഅല്ലിമുഹും, അവരെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ. വയുസക്കീഹിം, അവരെ സംസ്കരിച്ച് സ്ഫുടമാക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെ? അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് അജ്ഞതയുടെ, ഇരുട്ടിന്റെ, അന്ധകാരത്തിന്റെ, വിവരമില്ലായ്മയുടെ കൂരാക്കൂരിട്ടുള്ള അഗാധഗർത്തമുള്ള പൊട്ടക്കിണറിൽ കിടക്കുന്ന മനുഷ്യരെ നന്മയുടെ വെളിച്ചത്തിന്റെ ദീപത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന്റെ ഉത്തരവാദിത്തം ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് സഹാബാ കിറാം, സഖാക്കൾ എന്ന് പറയുന്ന മുത്തുനബിയുടെ അനുചരന്മാരോട്, 1,00,000-ലധികം വരുന്ന അനുചരന്മാരോട് വിടവാങ്ങൽ പ്രസംഗത്തിൽ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നാട്ടിലെ മനുഷ്യരെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ, നിങ്ങളൊന്ന് പഠിക്ക്. ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണുകളുണ്ട്. എല്ലാവരുടെ കയ്യിലും, എല്ലാവരുടെ വീട്ടിലും ഇന്ന് നല്ല സംവിധാനമുള്ള സിസ്റ്റമുണ്ട്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട്, ഡിവൈസുകളുണ്ട്. ആർക്കാ ഇല്ലാത്തത്? ഏത് ചെറിയ വീട്ടിലും ഇന്ന് സംവിധാനങ്ങളുണ്ട്.
വിരൽ തുമ്പിലാണ് ലോകമുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് അടിച്ചിട്ട് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിമർശിക്കാൻ വേണ്ടി ഒന്ന് പഠിച്ചോക്ക്. വിമർശിക്കാൻ വേണ്ടി തെറ്റ് കണ്ടുപിടിക്കാമെന്ന നിലക്കൊന്ന് വായിച്ചു നോക്കൂ. ലോകത്തിന്റെ മുന്നിൽ ക്രൈസ്തവ എഴുത്തുകാരനായ ചിന്തകനായ മൈക്കൽ എച്ച് ഹാർട്ട്, മുസ്ലിമല്ല, മൈക്കൽ എച്ച് ഹാർട്ട് 100 മഹാരഥന്മാരെ കുറിച്ച് പഠിച്ച് ഞാനൊരു പുസ്തകം എഴുതുമെന്ന് തീരുമാനിച്ചു. ക്രൈസ്തവനാണ്, ഏറ്റവും ചുരുങ്ങിയത് 1-ാമത്തെ പേജ്. അയാൾ 1 മുതൽ 100 വരെയുള്ള മഹാരഥന്മാർ, അവിടെ സ്വാധീനങ്ങൾ, ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവരുടെ മനുഷ്യർക്ക് തമ്മിലുള്ള ഇടപാടുകളും ബന്ധങ്ങളും പരിശോധിച്ച് നല്ല ഒരു അച്ഛൻ, നല്ല പിതാമഹൻ, നല്ല ഭർത്താവ്, നല്ല അയൽവാസി, നല്ല ഒരു മോൻ, എല്ലാ നിലക്കുമുള്ള പരിശോധനകൾ നിർവഹിച്ച് ലോകത്തിലേക്ക് കടന്നു വന്ന മഹാപുരുഷന്മാരിൽ ഏറ്റവും നമ്പർ 1 എഴുതേണ്ടതാര്, പിന്നെ 2-ാമത്തേതാര്, 3 അങ്ങനെ 100 പേരെ കുറിച്ച് എഴുതാൻ തീരുമാനിച്ചു ക്രൈസ്തവനായ മൈക്കൽ എച്ച് ഹാർട്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ പുസ്തകത്തിൽ ഞാൻ 1-ാമത്തെ നമ്പറായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം 23 വർഷം, 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകനാകുന്നത്, 63-ാമത്തെ വയസ്സിലാണ് ലോകത്ത് നിന്ന് വിട പറയുന്നത്. കേവലം 23 നോക്ക് നിങ്ങൾ, എത്ര ചെറിയ എണ്ണമാണത്. ഒരു 23 വർഷം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 40-50 വർഷമായി. 23 വർഷക്കാലം. ആ 23 വർഷക്കാലം കൊണ്ട് അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ ഇസ്ലാമിന്റെ ഈ വിശാലമായ വാതായനങ്ങളിലേക്ക് ഓടി വരികയാണ്. കോടീശ്വരന്മാർ അതിലേക്ക് കടന്നു വരികയാണ്. മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്നവർ ഓടി വരികയാണ്. കോടീശ്വരനും പാവപ്പെട്ടവരും വേലക്കാരനും കറുത്തവനും വെളുത്തവനും ഇരുനിറത്തിലുള്ളവരും ഒരേ സൊഫിൽ അണിനിരന്ന് നമസ്കരിക്കുകയാണ്. ഷോൾഡറും തമ്മിൽ മുട്ടുകയാണ്. കാലും തമ്മിൽ ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളിയിൽ കയറി നോക്കൂ, അവർ നമസ്കരിക്കുന്നത്. അവിടെ കേരളത്തിലെ ഏറ്റവും നല്ല പണക്കാരൻ, അയാൾക്ക് വലിയൊരു ആൾക്കൂട്ടം ജോലിക്കാരുണ്ട്. അതിൽ 10,000-കണക്കിന് ജോലിക്കാരുടെ കൂട്ടത്തിൽ ഒരു സെർവന്റായി വെറും ഒരു 500 ദിർഹംസിന് പണിയെടുക്കുന്ന, 1000 റിയാലിന് പണിയെടുക്കുന്ന തന്റെ ജോലിക്കാരുടെ കൂട്ടത്തിലെ വേലക്കാരനാണ് ഖുർആൻ കൂടുതൽ അറിയുന്നതെങ്കിൽ, മതപരമായ പാണ്ഡിത്യം അയാൾക്കാണെങ്കിൽ, ഈ വലിയ സാമ്രാജ്യങ്ങളുടെ ഉടമയാണ് എന്ന് അവകാശപ്പെടുന്ന മുതലാളി ആ സെർവന്റിന്റെ പിറകിൽ നിന്നുകൊണ്ട് നിസ്കരിക്കണം. അതാ ഇസ്ലാമിന്റെ നിയമം. കണ്ടോ, ഇവിടെ ഐത്തമില്ല, തൊട്ടുകൂടായ്മയില്ല. ഇല്ല, അവൻ കുടിച്ച പാത്രം, അവൻ കടിച്ച പാത്രം, അങ്ങനെയൊന്നുമില്ല. ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടില് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. ഓൻ പോയ പറമ്പിലൂടെ നമ്മൾ പോകാൻ പാടില്ല. അവൻ പ്രവേശിച്ച മുറ്റകം ചാണകമിട്ട് തെളിക്കണം, അല്ലേ? അവർ ഉയർന്ന ജാതി, ഇവർ താഴെ ജാതി. ഇതൊന്നും ഇല്ല മതത്തിൽ, മനുഷ്യർക്കിടയിലില്ല. നിങ്ങളെ കറുത്തവരും വെളുത്തവരും, നിങ്ങളെ ഹൈറ്റ് ഉള്ളവരും ഹൈറ്റ് കുറഞ്ഞവരും ഒക്കെ ആക്കിയത് എന്തിനാണെന്നറിയോ? നിങ്ങളെ തിരിച്ചറിയാനാ. ഖുർആൻ നമ്മളോട് പറയണേ, നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, തമ്പ്, ഈ തള്ളവിരലിന്റെ അഗ്രഭാഗം, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ വിരലടയാളവും വേറൊരാളുടെ വിരലടയാളവുമായി കൂട്ടിമുട്ടുകയില്ല. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന് 800 കോടിയിലധികം മനുഷ്യർ ലോകത്തുണ്ട്. 800 കോടി. ഇപ്പോ വോട്ടർ ഇങ്ങനെ SIR-ന്റെ ഫോമൊക്കെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയല്ലേ, ഒപ്പിടാൻ കഴിയാത്ത നമ്മുടെ വല്ലിപ്പ കയ്യൊപ്പിട്ടാ മതി. കയ്യൊപ്പ് എന്താ കാരണം? വല്ലിപ്പയുടെ കയ്യൊപ്പ് ലോകത്ത് വേറൊരാൾക്കും ഇല്ല. അത് നമ്മുടെ ഗ്രാൻഡ് മദറിനും നമ്മുടെ ഗ്രാൻഡ് ഫാദറിനും മാത്രമേ ഉള്ളൂ. ആ കയ്യൊപ്പ് വേറൊരാൾക്ക് ലോകത്തിടാൻ കഴിയില്ല. അതുകൊണ്ട് ഒപ്പിടാൻ കഴിയില്ലേ, കയ്യൊപ്പിട്ടാ മതി. എത്ര സ്ഥലത്താ ഇത് ഈ ലോകത്തിന്റെ രക്ഷിതാവ് ഡിസൈൻ ചെയ്തത്? ഇപ്പൊ എന്നെ കേൾക്കണ ഈ അങ്ങാടിയുടെ അവിടെ ഇവിടെ നിന്ന് കേൾക്കണ ഒരു 100 ആള് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 100 ആൾക്ക് ഒരു A4 പേപ്പർ കൊടുത്തിട്ട്, വേണ്ട കുറച്ചുകൂടി വലുതേക്കൂടെ, A3 പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓരോ ഡിസൈൻ വരച്ചു കൊണ്ടുവരും. അരമണിക്കൂർ നമുക്കൊരു പ്രൈസ് നിശ്ചയിക്കാം, ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വരച്ചത് 100 പേരാണ് ഒരു A4 പേപ്പറിൽ. അപ്പോ കൃഷ്ണൻ വരച്ചത് മുഹമ്മദ് വരച്ചിട്ടുണ്ടാവും, രാമൻ വരച്ച ജോസഫ് വരച്ചിട്ടുണ്ടാവും, ഓമന വരച്ചത് ഫാത്തിമ വരച്ചിട്ടുണ്ടാവും. കൂട്ടിമുട്ടും. ആരോടും കൊടുത്തിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള വരക്കാന്ന് പറഞ്ഞു. 1000-കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്നു വരച്ചാൽ ഒരേ ഡിസൈനുകളും ഒരേ ആശയങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാകും ആ ചിത്രത്തിൽ. എന്നാൽ ലോകത്ത് 800-ലധികം കോടി മനുഷ്യർ ഉണ്ടായിട്ട്
ഒരു മനുഷ്യന്റെ 1 ഇഞ്ച് സ്ഥലത്ത് പടച്ചവൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഗോഡ് എന്ന് വിളിച്ചു പറയുന്ന മഹാശക്തിയുണ്ടല്ലോ, ആ വിരലിന്റെ ഈ അഗ്രഭാഗത്തുള്ള അടയാളം വേറെ വേറെയാക്കി. മരിച്ചുപോയവരുടെ വിരലടയാളം ജീവിച്ചിരിക്കുന്നവർക്കില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ വിരലടയാളം ഇനി ജനിക്കുന്ന ആളുകൾക്കില്ല. കണ്ടോ എത്ര സ്ഥലത്താ ഡിസൈൻ ചെയ്തത്? ഒരു ചെറിയ സ്ഥലത്ത്. ഇത് വെറുതെ ആകൂ സുഹൃത്തുക്കളെ? ഇത് വെറുതെയാണോ? ചില ആളുകൾ പറയും നിരീശ്വരത്വത്തിന്റെ അങ്ങ് കയറി നിൽക്കുന്ന ആളുകൾ പറയും അതൊക്കെ അങ്ങനെ വെറുതെ ഉണ്ടായതാണെന്ന്. ലോകം തന്നെ അങ്ങനെ വെറുതെ ഉണ്ടായതാ, ഇതിന്റെ പിന്നിലൊന്നും ആരുമില്ല എന്നാണ് മനുഷ്യർ പറയുക. നിങ്ങൾ ആ കടയിൽ പോയിട്ട് ഒരു തീപ്പെട്ടി വാങ്ങ്. ആ തീപ്പെട്ടിയുടെ സൈഡിൽ ചെറിയ മൊബൈലിൽ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് വായിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും ആരാണ് ഇത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ കമ്പനി, അത് പ്രൊഡക്ഷൻ നടത്തുന്ന അതിന്റെ കമ്പനിയുടെ അഡ്രസ് ഉണ്ടാവില്ലേ? ഒരു തീപ്പെട്ടി, ഒരു മുട്ടുസൂചിയുടെ പാക്കറ്റ് വാങ്ങ്, അല്ലേ? ഷോപ്പ് പോയിട്ട് ഒരു ചെറിയ ഒരു പലഹാരം വാങ്ങ്. അഡ്രസ് ഇല്ലേ? വേണ്ടേ? ലൈസൻസ് നമ്പർ വേണ്ടേ? അംഗീകാരമുള്ള നമ്പറുകൾ വേണ്ടേ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കമ്പനിയുടെ അഡ്രസ്സും വിലാസവും വേണ്ടേ? എങ്കിൽ നോക്ക്, ഈ തലച്ചോറ് ലോകത്തിന്റെ റബ്ബ് തന്നതാ. എന്നെ കേൾക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളൂ. ഈ തലയോട്ടിങ്ങനെ ഇവിടെ കണ്ട് ഒന്ന് ശക്തമായി അടിച്ച തുറക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മനുഷ്യന്റെ തലയോട്ടി. പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാരോടൊക്കെ അഭിപ്രായം ചോദിച്ചു നോക്ക് നിങ്ങള്. ആ തലയോട്ടിക്കുള്ളിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കാവുന്ന ഒരു തലച്ചോറുണ്ട്. ഇങ്ങനെ പിടിക്കാം. എത്ര വലിയ അഹങ്കാരം കാണിച്ച് ആരടാന്നൊക്കെ ചോദിക്കുമ്പോ തുണിയൊക്കെ ഇങ്ങനെ മടക്കി കുത്തി ഞാനടാന്നൊക്കെ പറയുന്ന കാബൂളിവാല ട്രൗസറൊക്കെ കാണിച്ച് അഹന്ത പറയുന്ന ആളുകളില്ലേ? ഇല്ലേ? നിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് നിന്റെ കയ്യിൽ ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. ആ തലച്ചോറ് ഞരമ്പ് ചുരുട്ടി വെച്ചതാ. നമ്മളെ കയ്യിലൊക്കെ ഉള്ള മൊബൈലില്ലേ? ഈ മൊബൈലിൽ പ്രിയപ്പെട്ടവരെ മെമ്മറി ചിപ്പുണ്ട്. അതുപോലെ മനുഷ്യന്റെ മെമ്മറി ചിപ്പാണ് അത്. തലച്ചോറ് ഇത്രയേ ഉള്ളൂ, ഇത്രേ. ആ തലച്ചോറ് ഞരമ്പ് ചുരുട്ടി വെച്ചതാ. എത്ര ഇതിന്റെ നീളം എന്നറിയോ? ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോറ് പുറത്തെടുത്തിട്ട് അതൊന്ന് നിവർത്തിയാൽ 496 കിലോമീറ്റർ നീളമുണ്ട്. 496 കിലോമീറ്റർ നീളമുണ്ട് ഒരു മനുഷ്യന്റെ തലച്ചോറില്. ആ പിരി അയച്ചാൽ കേട്ടോ, ഇവിടുന്ന് ഒന്ന് കോഴിക്കോട് പോയി വാന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണാണില്ലേ? എത്ര ദൂരണ്ട്, എത്ര കിലോമീറ്റർ ആണുള്ളത്? തിരിച്ചിങ്ങോട്ട് വന്നാൽ പ്രിയപ്പെട്ടവരെ, തിരിച്ചു വീണ്ടും അങ്ങോട്ട് പോയാൽ ഈ 490 എത്തോ? ഇല്ല. ഇതാ മനുഷ്യന്റെ തലച്ചോറിന്റെ നീളം, ആ ഞരമ്പിന്റെ നീളം പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് ഒരുക്കിയത് 496 കിലോമീറ്റർ നീളാണ്. എന്നിട്ട് വാപ്പങ്ങനെ വിളിച്ചാലേ കേൾക്കണേയില്ല. ചെറുപ്പക്കാര്, പുതിയ ടീം ന്യൂജൻ. ഈ അങ്ങാടിയിൽ ഒരു 4 ചെറുപ്പക്കാരിങ്ങനെ വർത്തമാനം പറയുമ്പോ 10 മണിയായി വീട്ടിൽ പോന്ന് ഇവിടുത്തെ കാരണവരെന്ന് പറഞ്ഞു നോക്ക്. അഹന്ത സമ്മതിക്കൂല. വീട്ടിൽ പോവാൻ പറയാൻ നിങ്ങളാരാ? നിങ്ങളെ തറവാട് സ്വത്താ ഇത്? ആണോ? നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയതാ ഇത്? ചോദ്യം വരും പുതിയ ന്യൂജൻ ടീമിൽ നിന്ന്. ആർക്കും ആരെയും ഉപദേശിക്കാൻ പറ്റില്ല. ഇവനിങ്ങനെ അഹങ്കാരത്തിന്റെ, ഇവനിങ്ങനെ ഒരു വമ്പിന്റെ, വലിയ ഗർവിന്റെ, പൊങ്ങച്ചത്തിന്റെ ഒരു പുതിയ മായാലോകത്താണ് മനുഷ്യര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും ഉപദേശിക്കാൻ പറ്റൂല. ഒരു 10, 20, 40 വർഷം മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്ക്. നാട്ടിലെ കാരണവരിങ്ങനെ വിളിക്കുക, ചെല്ലും. എത്ര കുതിര കളിക്കുന്ന ആളാണെങ്കിലും വിളിച്ച ചെല്ലും. പറയും ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ, പ്രശ്നമാണ്. ശരി, ശ്രദ്ധിക്കാന്ന് പറഞ്ഞ് പോകും. പിന്നെയും തെറ്റ് ചെയ്താലും അയാളോട് തട്ടുത്തരം പറയില്ല, മാന്യമായി നടന്നു പോകും. ആ സംസ്കാരം, കൾച്ചർ പോയില്ലേ? ആ സഖാഫത്ത് പോയില്ലേ? മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്ന് പറയുന്ന മുറുഇയ്യത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ? പുതിയ ടീമിനോട് നിങ്ങളൊന്ന് ഉപദേശിക്ക്. നിഘണ്ടുവിൽ, ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കായിരിക്കും നാവിൽ നിന്ന് പുറത്തു വരിക. പറയേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. എന്താ ഇങ്ങനെ? മനുഷ്യനിങ്ങനെ പുരോഗതിയിൽ നിന്ന് അവന്റെ ചിന്തകളൊക്കെ, അവൻ പറയുന്നത് ഞാൻ വളരെ പ്രോഗ്രസീവായ ചിന്തകളിലാണ് എന്നാ. ഞാനൊക്കെ വലിയ ആലോചനയിലാണ്. നിങ്ങളൊന്നും വിചാരിക്കുന്ന ലോകത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നാണ് പുതിയ ടീം പറയുക. അനുസരണമില്ലായ്മ ഇന്നിന്റെ സ്വഭാവമായി നാട്ടിൽ കടന്നു വരികയാണ്. ഇവരോടാണ് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. മനുഷ്യരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈ തല മുതൽ കാലുവരെ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ചു വെച്ചട്ടോ. ഞാൻ പറയുന്ന തെറ്റാണോ? നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്. ഇപ്പൊ ചോദിക്ക സൈഡുക്ക് മാറിയിട്ട്,
ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തൊക്കെ സംവിധാനം ഉണ്ടെന്ന് അറിവ് നേടാൻ, വിജ്ഞാനം നേടാൻ പുതിയ സംവിധാനങ്ങളുണ്ട്. ഈ മനുഷ്യന്റെ തല മുതൽ കാല് വരെ നീണ്ടു കിടക്കുന്നവന്റെ ഞരമ്പുകൾ, രക്തമോടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾ എന്ന് പറയുന്നത് നോക്ക്. ഇത് പെരിന്തൽമണ്ണയുടെ അടുത്ത്, താഴേക്കോടിന്റെ അടുത്ത്, തൂതയുടെ പരിസരത്തുള്ള ഒരു കൊച്ചു സ്ഥല. ഇതന്നെ നമുക്ക് വലുതാണ്. ഇവിടെ തന്നെ 2 ഏക്കർ 3 ഏക്കർ സ്ഥലമുള്ള ആളുകൾ ഉണ്ടാവും, 10 ഏക്കർ സ്ഥലമുള്ളവരുണ്ടാവും ഉള്ളോട്ട് പോയാൽ. എന്നാൽ ലോകം എന്നത് ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചേർന്നതാണ്. അതിൽ തന്നെ 3/4 ഭാഗം കടലാണ്, സമുദ്രമാണ്. ഈ ബാക്കി 1/4% ഈ മനുഷ്യർക്ക് വസിക്കാനൊക്കെ ഉള്ള കരഭൂമി. ഇനി ഞാൻ പറഞ്ഞ കേട്ടോളൂട്ടോ, ഭൂമിയുടെ വലിപ്പത്തിലുണ്ട് നമ്മുടെ മനസ്സിൽ വന്നു, ഒരു പിക്ചർ വന്നു. മനുഷ്യന്റെ തല മുതൽ കാലുവരെ പ്രിയപ്പെട്ടവരെ നീണ്ടു കിടക്കുന്ന ഞരമ്പുകൾ മാത്രം ഒരു മനുഷ്യന്റേതാട്ടോ. ഭൂമിയെ, നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയല്ല, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും പോയത് ഇങ്ങോട്ട് ചേർത്തി ആ രാജ്യമല്ല, തൊട്ടപ്പുറത്തുള്ള വിശാലമായ രാജ്യമാകുന്ന ചൈന ചേർന്നതല്ല. ഭൂമിയെ ഒരു മനുഷ്യന്റെ ഞരമ്പുകൾ കൊണ്ട് 2 തവണ ചുറ്റാം. 2 തവണ ഭൂമിയെ. മനസ്സിലായോ? ഒരൊറ്റ മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകൾ കൊണ്ട് മാത്രം ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള നീളമുണ്ട് എന്ന് ആരാ ലോകത്തോട് പറയുന്നത്? വിശ്വഗ്രന്മാർ, വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും ഉന്നതന്മാർ, വലിയ അറിയപ്പെട്ട സയന്റിസ്റ്റുകൾ ലോകത്തെക്കുറിച്ച് പഠിച്ച്, മനുഷ്യ ബോഡിയെ കുറിച്ച് പഠിച്ച്, ആന്തരിക അവയവങ്ങളെ കുറിച്ച് പഠിച്ച്, ഞരമ്പുകളെ കുറിച്ച് പഠിച്ചിട്ട് ലോകത്തോട് പറയുന്നു, ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള നീളം ഒരു മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾക്ക് മാത്രമുണ്ട്. ഇതൊക്കെ വെറുതെ അങ്ങോട്ട് ഉണ്ടായതാണ് എന്ന് പറയുമ്പോ കുറച്ചും കൂടി ആ സൈഡിക്ക് മാറിയിരുന്ന് ഒന്ന് താടിക്ക് കൈവച്ച് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. കിടക്കുമ്പോ വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് ബെഡിലേക്ക് ചെന്ന് കിടക്കുമ്പോ ഈ പറഞ്ഞത് ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് കേട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ കൊച്ചു സംസാരത്തിൽ അയാൾ പറഞ്ഞത് ആരാകട്ടെ, ഏത് നാട്ടുകാരനാകട്ടെ, കാര്യമുണ്ടോ ഇല്ലേ, ഒന്ന് ആത്മാർത്ഥമായി ഒരു ആത്മവിചിന്തനത്തിന് തന്റെ ഇടത് കൈയും വലത് കൈയൊക്കെ ഇങ്ങനെ നെഞ്ചിലേക്ക്, ഇടത് നെഞ്ചിലേക്ക് ഒന്നിങ്ങനെ ചെരിച്ചു വെച്ചിട്ട്, നെഞ്ചത്ത് കൈവച്ചിട്ട് ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും ഇങ്ങനെ കേൾക്കുമാർ ഒന്ന് ആത്മവിചിന്തനത്തിന്, ആത്മപരിശോധനയ്ക്ക് ഒന്ന് നിങ്ങൾ തയ്യാറായാൽ മനുഷ്യരെ ജീവിതത്തിന്റെ അർത്ഥതലം കണ്ടെത്താൻ പറ്റും ഉറപ്പാ. ഞാൻ വെറുതെ പറയില്ല, ഈ ജീവിതം വെറുതെയല്ലാന്ന്. ഈ ജീവിതം വെറുതെയല്ല. എന്നെ എന്റെ മാതാവ് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ഞാൻ ഒരു ഗുളികയ്ക്ക് വേണ്ടി ഓടുകയാണ്. ആ മരുന്ന് വാങ്ങുക എന്നത് എന്റെ അപ്പയത്തെ ലക്ഷ്യമാണ്, വീട്ടിലെത്തിക്കുക എന്നത്. പക്ഷെ ഇടക്ക് വെച്ച് ഞാൻ മനോഹരമായ, എന്നെ ഇക്കിളിപ്പെടുത്തുന്ന, എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു സർക്കസ് കണ്ട് ഞാനിങ്ങനെ നോക്കി നിന്ന് എന്റെ ഉമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയുള്ള മരുന്നിനെ മറന്നാൽ ഇക്കിളിപ്പെടുത്തുന്ന 1 മണിക്കൂറിലെ കുട്ടി കോമാളിത്തരങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ നിന്ന് എന്റെ മാതാവ് പിന്നീട് ഗുളികയുമായി ചെല്ലുമ്പോ, ലോകത്തോട് വിട പറഞ്ഞു എന്നറിയുമ്പോ, മരിച്ചു എന്നറിയുമ്പോ, ഈ ലോകത്തുനിന്ന് വിട്ടുപിരിഞ്ഞു എന്നറിയുമ്പോ, പിന്നീട് നെഞ്ചത്ത് കൈയടിച്ച് കരഞ്ഞ് എനിക്കെത്തിക്കാമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഈ കടയിൽ പോയി, അപ്പുറം കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോ 100 വട്ടം ആലോചിക്കുന്ന ചെറുപ്പക്കാരാ. ആലോചിക്കലില്ലേ? ഒരു സോപ്പ് വാങ്ങുമ്പോ നിനക്ക് ഇഷ്ടമുള്ള സോപ്പ് തന്നോന്ന് പറയലുണ്ടോ? ഇല്ല. അപൂർവ ആൾക്കാർ അങ്ങനെ പറയാ. ഓനെ പറ്റി കടക്കാരൻ തന്നെ പറയും, ഓനൊരു കഥയൊന്നുമില്ല. പഞ്ചസാരക്ക് വരും, എത്ര വേണ്ട വെച്ച് നിനക്കിഷ്ടമുള്ളത് തന്നോന്ന് പറയും. ഓന് സോപ്പിന് വരും, ഏത് സോപ്പാ നിനക്കിഷ്ടമുള്ളത് തന്നോന്ന് പറയും. ഓൻ പേസ്റ്റിന് വരും, നിനക്കിഷ്ടമുള്ളത് തന്നോന്ന് പറയും. കടക്കാരൻ പറയും ഓനൊരു കഥയില്ലാന്ന്. നമ്മൾ തേച്ച് പരിശോധിച്ച് നമുക്ക് മനസ്സിലായി ഇതാ നല്ലത്. അതുകൊണ്ട് ആ സോപ്പ് നമ്മൾ സെലക്ട് ചെയ്യും. തുണിയുടെ നൂല് പൊട്ടിച്ചു നോക്കും, കോട്ടൺ ആണോ നോക്കും. നമ്മള് ഒന്ന് ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കും, ഇത് നമുക്ക് ചേരുമോ എന്ന് നോക്കും. ഒരു ഡ്രസ്സ് വാങ്ങുമ്പോ 500-ന്റെയോ 1000-ന്റെയോ ഒരു ചെറിയ മുണ്ട്, ഷർട്ട് വാങ്ങുമ്പോ ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കുന്നുവെങ്കിൽ, ഇവിടുന്ന് നിങ്ങളോട് പറയുന്നത്, ഈ ജീവിതം അവസാനിച്ച്, ഈ മരണം ഇവിടെ സംഭവിച്ച് മരണത്തോടുകൂടി തീരുന്നതല്ല മനുഷ്യരെ നമ്മുടെ ജീവിതം. മരണാനന്തരം ഒരു ലോകമുണ്ട്. കടലിൽ കിടക്കുന്ന തവളകളോട് കൂടെയുള്ള മത്സ്യങ്ങൾ പറഞ്ഞു, എന്ത്
വേറെ ഒരു ലോകത്ത് മത്സ്യത്തോട് തവള പറഞ്ഞു, ഞാൻ വെള്ളത്തിലും ജീവിക്കലുണ്ട്, ഈ കിണറിന്റെ പടുവിലൂടെ ചാടിക്കേറി പുറത്തിറങ്ങിയപ്പോ അവിടെ കുറെ മനുഷ്യന്മാരുണ്ട്, അവരിങ്ങനെ പലതും നമ്മളെ കിണറിൽ നിന്ന് മീനിനെയും തവളിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ചുട്ടു തിന്നുന്നവരും കരിച്ചു തിന്നുന്നവരും വെച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കിണറ്റിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങാത്ത മീന് തവളയോട് ഒരു വാദപ്രതിവാദം നടത്തിയിട്ട്, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നെ ചൂണ്ടയിൽ കുടുങ്ങിയപ്പോഴാണ് ശരിയായിരുന്നു, ആലോചിച്ച മതിയായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ ചോരത്തിളപ്പിന്റെ യൗവനത്തിന്റെ ഈ യൂത്തിന്റെ ചുറുചുറുക്ക് ആര് പറഞ്ഞാലും കർണപുടങ്ങൾ അടഞ്ഞു പോയതുപോലെ ചെവികൾ അടഞ്ഞു പോയതുപോലെ കേൾക്കാനുള്ള മനസ്സില്ല, ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല, കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, ഇതൊക്കെ ടൈം വേസ്റ്റ് ആണ് എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോ ഞങ്ങളൊക്കെ തൊണ്ട പൊട്ടിച്ച് ഓരോ കവലയിലും ഓരോ തെരുവീതിയിലും എഴുന്നേറ്റ് നിന്ന് വെറുതെ പറയല്ല, ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന നാണയത്തൊട്ട് ആഗ്രഹിച്ചിട്ടല്ല. നാളെ വരാനിരിക്കുന്ന പരലോകമുണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വേദപുസ്തകങ്ങൾ കൊണ്ട് സത്യമാണ് എന്ന് ആയിരക്കണക്കിന് തവണ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാ. വെറുതെ പറയല്ല, നിങ്ങൾ പഠിച്ചോ. ഇപ്പൊ സയന്റിസ്റ്റുകൾ ലോകത്തോട് പറഞ്ഞു ലോകം അവസാനിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ വാർത്ത? എത്രയോ വിദഗ്ധന്മാരെ പറഞ്ഞു ലോകം അവസാനിക്കൂട്ടോ. മുസ്ലിങ്ങൾ അത് കേൾക്കുമ്പോ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. എന്താ കാരണം? ഒരു മുസ്ലിം മനുഷ്യന്റെ മകളായി ജനിച്ചു വീണ് മദ്രസയിലേക്ക് ചേരുമ്പോൾ പഠിക്കും ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ, ലോകാവസാനത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, മരണത്തെക്കുറിച്ച്, ഖബർ എന്താണ്, 6 അടി താഴ്ചയുള്ള 2 കുഴികളോടുകൂടിയ ഈ ഖബർ എന്താണ്, അവിടെ കിടക്കേണ്ടി വരുന്ന അവസ്ഥ എന്താണ്, അവിടുന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയായിരിക്കും, എല്ലാം അവൻ മദ്രസയിൽ വെച്ച് പഠിക്കുന്നുണ്ട്. മനുഷ്യരോട് കാണിക്കേണ്ട ബഹുമാനം, ആദരവ്, അയൽവാസിയുടെ ജാതി നോക്കരുത്, മതം നോക്കരുത്. നിനക്ക് വിശക്കുമ്പോ നീ ഭക്ഷണം കഴിക്കുമ്പോ അയൽവാസിയുടെ വീട് ഹൈന്ദവന്റെതാ, ക്രൈസ്തവന്റെതാ, നിരീശ്വരവാദിയുടേതാ, മതത്തിനെ കുറ്റം പറയുന്നവന്റെതാ. പക്ഷെ നോക്കാൻ പാടില്ല, അവന് പട്ടിണി കിടക്കണുണ്ടോ, ഓ മതത്തെ തള്ളി പറയുന്ന ആളാ, പക്ഷെ ഭക്ഷണം കൊടുക്കണം. കണ്ടോ, മതാ പഠിപ്പിക്കണത്, അതാ മതം പഠിപ്പിക്കുന്നത്. നീ ഭക്ഷണം വയറ് നിറയെ കഴിക്കുമ്പോ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ എന്റെ മതത്തിൽ പെട്ടവനല്ല എന്ന മനോഹരമായ മനഃശാസ്ത്രപരമായ മാനുഷികമായ മാനവിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വാചകം ലോകത്തിന്റെ മുമ്പിൽ ചൊല്ലി തന്നിട്ടാണ് 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നത്. അവിടെ ജാതി നോക്കരുത്, മതം നോക്കരുത്, വർഗം നോക്കരുത്, കളറ് നോക്കരുത്. പിന്നെ നീ വയറ് നിറയെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിന്റെ അയൽവാസി വിശന്ന് കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. കണ്ടോ, അതാ മതത്തിൽ ഒരു മനുഷ്യൻ പഠനം നടത്തുമ്പോൾ കിട്ടുന്ന മാനവിക മൂല്യങ്ങൾ ഉണ്ട്. അങ്ങനെ ധാരാളമുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പാകെ വെച്ചത് എന്താ അറിയോ? നിങ്ങൾ കേൾക്കണം. ആദ്യം മനുഷ്യനുണ്ടാവേണ്ട ക്വാളിറ്റി കേൾക്കുക എന്നുള്ളതാ. ഇപ്പൊ ഗർഭപാത്രത്തിൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിന് 3 അറയാണ്. ഇതൊന്നും പറയാൻ നമുക്ക് സയൻസിലേക്കൊന്നും പോവേണ്ടത് ഖുർആൻ പറഞ്ഞതാ. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ ആയത്താ. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ്. സുബ്ഹാനല്ലാഹ്, ഓരോ പദങ്ങളും മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതാ. ഫീ ളുലുമാത്തിൻ സലാസ്. എന്താ പറഞ്ഞേ? നമുക്കൊക്കെ അറിയോ, നമ്മൾ ജനിച്ച് കുറച്ചിങ്ങനെ വലുതാകുമ്പോൾ നമ്മളെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട് എന്ന് നമുക്കറിയോ? അറിയില്ല. ഇപ്പൊ മുഹമ്മദ് നബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ പറയാ നിരക്ഷരനാണ്, പേര് പോലും എഴുതാൻ അറിയാത്ത ആളാ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നു. എന്നിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബികളോട് പറഞ്ഞു കൊടുക്കുക, സുഹൃത്തെ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ പറഞ്ഞു കൊടുത്തു? നിങ്ങൾ ചിന്തിക്ക്, എങ്ങനെ പറഞ്ഞു കൊടുത്തു? അവിടെയാണ് ദിവ്യബോധനം. നാട്ടിലെ ആളുകള് ഇതിങ്ങനെ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിമുളച്ചതല്ലോ. ഇന്ത്യ രാജ്യത്തിലേക്ക് സഹാബികൾ വന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോ, കച്ചവടത്തിന് വന്നവർ ദീനിനെ പറഞ്ഞു കൊടുക്കുമ്പോ ആശ്ചര്യഭരിതരായി നാട്ടുതമ്പരാക്കന്മാർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ ചരിത്രല്ലേ ഉണ്ട്. ഈ വന്ന അറബികൾ എങ്ങനെ ഇത് പറയാ? ഇപ്പൊ
ഇപ്പൊ ഈ ചെറിയ സ്ഥലത്ത് ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു നാടാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഖുർആൻ മുഴുവനും കാണാതെ അറിയുന്ന കുട്ടികളുണ്ട് ഈ നാട്ടില്. ഈ പെരിന്തൽമണ്ണയുടെ പരിസരത്ത് 100 കണക്കിന് കുട്ടികൾ, ഒന്നും രണ്ടുമല്ല. ഖുർആൻ 6236 ആയത്തുകൾ, വചനങ്ങൾ, സെന്റൻസുകളാണ് ഖുർആനിലുള്ളത്. അതിൽ ചെറിയ വചനമുണ്ട്, ഒരു പേജ് നീണ്ടു നിൽക്കുന്ന ആയത്തുമുണ്ട്, വചനമുണ്ട്. അങ്ങനെ 6236 വചനങ്ങൾ ഖുർആനിലുണ്ട്. അത് തെറ്റാതെ അതിലെ 100ാമത്തെ ആയത്ത് പറഞ്ഞാൽ 101ാമത്തത് പറയാൻ അറിയുന്ന, അതിലെ ആ 1200ാമത്തെ ആയത്ത് പറഞ്ഞാൽ അടുത്ത ആയത്ത് പറയാൻ പറ്റുന്ന, ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത വാക്ക് പറയാൻ പറ്റുന്ന, ലാസ്റ്റ് ഒരു പേജിന്റെ ലാസ്റ്റ് വരി പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പിലുള്ള വരി പറയാൻ പറ്റുന്ന, കാണാതെ അറിയുന്ന 100 കണക്കിന് മനുഷ്യരെ പെരിന്തൽമണ്ണയുടെ പരിസരത്തുണ്ട്. ലോകത്തിലല്ല, ഇവിടെ ഉണ്ട്. എങ്ങനെ അത് മനുഷ്യന് സാധിച്ചു? എങ്ങനെ സാധിച്ചു? ആ ഖുർആനിലാണ് പറയുന്നത്, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാതിൻ സലാസ്. എന്താ അർത്ഥം? നിന്റെ മാതാവിന്റെ, നിങ്ങളുടെ ഉമ്മമാരുടെ, അമ്മമാരുടെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറക്കുള്ളിലാണ്, സന്തോഷേ, രാജീവേ, രാമ, മുഹമ്മദേ, ജോസഫേ, നിങ്ങൾ ജനിച്ചത്. ഘട്ടം ഘട്ടമായി നാം ആ ഗർഭപാത്രത്തിനുള്ളിൽ സംവിധാനിച്ചു. എന്നിട്ട് 9 മാസം സമയങ്ങളായപ്പോ ഗർഭപാത്രത്തിന്റെ വാതിൽ വികസിച്ചു. അവിടുന്ന് ഒരു കൊടുത്ത ദ്രാവകമുള്ള പ്രത്യേകമായ കവറ് അല്ലാഹു തആല പൊട്ടിച്ചു. കുട്ടി വഴിക്ക് പുറത്തേക്ക് വന്നു. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ആര് വെച്ച സംവിധാന? നമുക്കെന്ത് റോളുണ്ട്? നമുക്കെന്ത് റോളുണ്ടതിൽ? ഒരു റോളും നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. ഇല്ല, ഇതൊക്കെ അള്ളാഹു വെച്ചതാ. എന്നിട്ട് ഇന്ന് പ്രസവിച്ച സ്ത്രീയുടെ ആ സ്തനത്തിൽ, നെഞ്ചിടത്തിൽ ഇന്നലെ അമ്മിഞ്ഞ പാലില്ല, ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു നീരാണ്. ഇന്ന് കുട്ടി ജനിച്ചു, പ്രസവിച്ചു. കുഞ്ഞിന് വേണ്ട ആദ്യത്തെ എല്ലാ മെഡിസിനും കലർന്ന പ്രത്യേകമായ പോഷകാഹാരങ്ങളുള്ള മുലപ്പാൽ ഇന്ന് അമ്മയുടെ നെഞ്ചിടത്തിൽ വന്നു. നാളെ ഇന്ന് കുടിച്ചതല്ല, നാളത്തെ അതിൽ വേറെ ചില കൂട്ടുകളാണ്. മറ്റന്നാളെ വേറെയാണ്, അടുത്ത ദിവസം വേറെയാണ്. കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ കൊടുക്കേണ്ട കുറച്ച് ദിവസങ്ങൾ മാറി മാറി അതിൽ വേണ്ട പോഷകങ്ങളും ഘടകങ്ങളും വേറെ വേറെയാക്കി ഒരു സ്ത്രീയുടെ നെഞ്ചിടത്തിൽ, സ്തനത്തിൽ ഈ സംവിധാനം കൊടുത്തത് ആരാ? വലിയ അഹങ്കാരം പറഞ്ഞ ആളാണ്. ലോകത്ത് ജീവിച്ച് മുങ്ങി മരിച്ചുപോയ റാംസസ് 2 ഫിർഔൻ എന്നാണ് പേര്. ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ ആ മുങ്ങിച്ചാവുമ്പോ പറഞ്ഞു, ഞാൻ മോശയുടെ റബ്ബിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഖുർആൻ ചരിത്രം പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ ഫിർഔൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയാണ്. ആരും ഉപദേശിക്കാൻ പാടില്ല. അവൻ വലിയ കെട്ടിടമുണ്ടാക്കി കെട്ടിടത്തിന്റെ മേലെ കയറി നിന്നിട്ട് പറഞ്ഞ എന്താ അറിയോ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. നിങ്ങൾ ആരെയാണോ ഈ ലോകത്തിന്റെ രക്ഷിതാവായിട്ട് അള്ളാഹുവിനെ, ദൈവത്തെ കാണുന്നുവെങ്കിൽ അതുപോലെ ഏറ്റവും ഉന്നതനായ രക്ഷിതാവ് ഞാനാണ് എന്ന് പറഞ്ഞ അഹങ്കാരിയും ധിക്കാരിയുമാണ് ഫിർഔൻ. ആ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് 2 പ്രവാചകന്മാർ കയറി ചെല്ലുകയാണ്. ഞാൻ ചുരുക്കി പറയാ, 2 പ്രവാചകന്മാർ കയറി ചെല്ലുക. എന്നിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഫിർഔനിനെ അള്ളാഹുവിന്റെ യഥാർത്ഥ ഋജുവായ, നേരായ, ചൊവ്വായ പാതയിലേക്ക് വിളിച്ചപ്പോ ഫിർഔൻ ചോദിച്ച ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നറിയോ? ആരാണ് മൂസ നിങ്ങൾ 2 പേരുടെയും റബ്ബ്? ഫിർഔന്റെ ചോദ്യ. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ആരാണ് മൂസ നിങ്ങൾ 2 പേരുടെയും റബ്ബ്? ഉടനെ ഉത്തരം കൊടുത്തു. ഉത്തരം കേട്ടോളൂട്ടോ. റബ്ബുനല്ലദി അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. സുബ്ഹാനല്ലാഹ്. ആ മറുപടി മതി എത്രയോ ദിവസം നിങ്ങളുടെ മുമ്പിൽ മനുഷ്യരെ നമുക്ക് മുമ്പിൽ സംസാരിക്കാൻ. റബ്ബുനല്ലദി അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഇപ്പൊ ഈ ലൈറ്റിന്റെ ചുറ്റും പാറി കളിക്കുന്ന പ്രാണിയില്ലേ, അത് എങ്ങനെ ഇവിടെ ജീവിക്കണമെന്നത് അതിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ ജീവിക്കൂ. അതിന്റെ സമയമാകുമ്പോൾ തീരും. ഒരു കുരുവി എത്ര കൊല്ലായി നമ്മൾ കാണുന്ന ഓലയിൽ പ്രത്യേക കൂട്, എത്ര മനോഹരമായിട്ടാണ് നൂല് കോർത്തതുപോലെ ആരുകൾ കോർത്ത് കൂടുണ്ടാക്കുന്നത്. നമ്മളൊന്നും ഉണ്ടാക്കി നോക്ക് അങ്ങനെ. ആരാ പഠിപ്പിച്ചത്? ആരാ പറഞ്ഞു കൊടുത്തത്? ഉത്തരം ഖുർആൻ പറയാണ്. ഓരോ ജീവിയെയും സൃഷ്ടിക്കുന്നതാരോ
അതിന്റെ ജനിതക കോഡിൽ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ പോവണം, എങ്ങനെ ഇര തേടണം. ഇപ്പൊ മാൻ കൂട്ടങ്ങനെ ഓടി വരിക, ഒരു സിംഹം പതിഞ്ഞിരിക്കുക, എല്ലാറ്റിനും മാന്തി മുറിയാക്കുന്നുണ്ടോ? ഇല്ല. കിട്ടുന്നതിനൊക്കെ കടിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. ഒന്നിനെ ലക്ഷ്യം വെക്കും, ആ ലക്ഷ്യത്തിലേക്ക് ചാടും, വേട്ടയാടും. ആരാ പഠിപ്പിച്ച്? ഒന്നും വേണ്ട. നിസ്സാരമായി നമ്മുടെ വീട്ടിൽ കോഴി അടയിരുന്നു, ഒരു 10 15 കോഴിമുട്ട വെച്ചു കൊടുത്തു. അത് പിന്നെ വിരിഞ്ഞിറങ്ങാൻ സമയമായി, തോടിൽ കോഴിയുടെ ചുണ്ട് തട്ടിച്ച് പൊട്ടി കുഞ്ഞ് പുറത്തേക്ക് വന്നു. വിരിഞ്ഞിറങ്ങിയിട്ട് 2 ദിവസം മെല്ലെ കൂട് തുറന്നു കൊടുത്തു, പുറത്തേക്ക് ഇറങ്ങി. ആ കോഴിക്കൂടിന് ചുറ്റും ഇങ്ങനെ അത് ചിക്കി ചെനകി, അങ്ങനെയാണ്. ആദ്യം ഒറ്റ ഓട്ടം ഓടില്ല, പതുക്കെ അതിന് കുറച്ച് സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ. നമ്മളൊക്കെ നല്ല പരിചയമുള്ള ഒരു കോഴിയാണെങ്കിൽ മനുഷ്യനോടൊക്കെ ചേർന്ന് ഇങ്ങനെ നിന്ന് അത് ചിക്കി ചെനക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് ഒരു കാക്ക, പരുന്ത്, കഴുകൻ ഇങ്ങനെ ഒന്ന് മുകളിലൂടെ പറന്നാൽ കോഴിയുടെ തൊണ്ടയിൽ നിന്നൊരു പ്രത്യേക ശബ്ദം കൊണ്ട് പുറത്തേക്ക് വരും. ഉടനെ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കാണൂല. അമ്മയുടെ ചിറകിനുള്ളിൽ, കല്ലിന്റെ മറവിൽ, ആ ഇലയുടെ അടിയിൽ, ചപ്പ് ചവറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചു. ഞാൻ ചോദിക്കുകയാണ്, ഈ സൗണ്ട് കേട്ടാൽ അപകടമാണ്, ഇത് റെഡ് സിഗ്നൽ ആണ്. ഇന്നലെ കോഴിമുട്ടന്റെ ഉള്ളിൽ നിന്ന് വന്ന കോഴിക്കുഞ്ഞിന് ആരാ ട്രെയിനിങ് കൊടുത്ത്? കാക്ക പോയി, പരുന്ത് പോയി, കഴുകൻ പോയി. തള്ളക്കോഴി ഇങ്ങനെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ചെരിച്ച് കണ്ണൊക്കെ അങ്ങനെ റൗണ്ടാക്കിയിട്ടൊന്ന് നോക്കും. അതിന്റെ കണ്ണിൽ ഇങ്ങനെ പെടുന്നില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പൊ വേറൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ കാണാം പതുക്കെ ഇലയുടെ ഉള്ളിൽ നിന്ന് വല്ല ചുണ്ട് പുറത്തിട്ട് പതുക്കെ നോക്കും കോഴിക്കുഞ്ഞുങ്ങള്. അപ്പൊ നമ്മളെ അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട, അവര് ഒളിച്ചിരിക്കുകയാണ്, ചവിട്ടിപ്പോകും. മനസ്സിലായില്ലേ? മെല്ലെ വീണ്ടും തള്ളക്കോഴി ഒരു ശബ്ദം അങ്ങനെ ഉണ്ടാക്കുമ്പോ പുറത്തേക്ക് പതുക്കെ വരും. ഇപ്പൊ ഗ്രീൻ സിഗ്നലാണ്, ഇനി വണ്ടി പോകാം. ആരാ പറഞ്ഞു കൊടുത്തേ? ഖുർആൻ പറയാണ് ഉത്തരം, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ ജീവിക്കും അതിന് ജീവൻ നൽകുക മാത്രമല്ല അല്ലാഹുവിന്റെ അടുക്കലുള്ള കാര്യം, പിന്നെ എങ്ങനെ ജീവിക്കണമെന്ന മാർഗനിർദ്ദേശം അതിന്റെ ജനിതക കോഡിൽ കൃത്യതയോടുകൂടി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ ജീവികൾക്ക് കഴിയില്ല. ഇത് റോഡാണ്, പോത്തിന് മനസ്സിലായില്ലേ? ഇത് ഞാൻ പ്രസവിച്ചതാണെന്ന് പശുവിന് ആ കുഞ്ഞ് വലുതാകുമ്പോ അറിയില്ല. പശു പ്രസവിച്ച് ഒരു കാളക്കുട്ടി ഉണ്ടായി വലിയ മൂരിയായി മാറുമ്പോ ആ അമ്മയാകുന്ന തള്ള പശുവിലേക്ക് ചാടിക്കയറും, ഇതെന്റെ പെറ്റമ്മയാണ്, തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ മനുഷ്യൻ അങ്ങനെ ആവാണ്. മനുഷ്യൻ അങ്ങനെ ആവരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്, വേദം പറഞ്ഞത്, ഹദീസ് പറഞ്ഞത്. മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, മൃഗങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. മനുഷ്യന് പ്രാക്ടീസ് ചെയ്യണം. ഒരു പശുവിന് നീന്താൻ ആരെങ്കിലും പഠിപ്പിക്കണോ? വേണ്ട. പട്ടിക്ക് നീന്താൻ ആരെങ്കിലും പഠിപ്പിക്കണോ? ആരെങ്കിലും കോച്ചിങ്ങിനുണ്ടോ? വീട്ടിൽ വളർത്തുന്ന പട്ടിയെ രാവിലെ ചങ്ങലി പിടിച്ചു കൊണ്ടുപോകും. എന്തിനറിയോ? ആ പറമ്പില് മൂത്രയിക്കാനും കാഷ്ടിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. എന്നാ ഏതെങ്കിലും ഒരു മുതലാളി ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുഴയിലിറക്കി നീന്തി പഠിപ്പിക്കണോ? വേണ്ട. അത് പഠിച്ചോളും. പശു ആദ്യമായിട്ടാ വെള്ളത്തിൽ വീണത്, നീന്തി ഇങ്ങോട്ട് വന്നോളും. എന്നാ നമ്മളൊരാൾ നീന്തുന്ന 10 ദിവസം നോക്കിന്ന് ഒരൊറ്റ ചാട്ട, 10 ദിവസം നമ്മൾ നോക്കി നിന്നിട്ട് ഒരൊറ്റ ചാട്ടം വെള്ളത്തിലേക്ക് നമുക്ക് നീന്താൻ കഴിയോ? വെള്ളം കുടിക്കും നമ്മൾ പതുക്കെ പ്രാക്ടീസ് ചെയ്യണം. അതാ മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ മനുഷ്യനോട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചിന്തിക്കാൻ ആവർത്തിച്ചു പറയുന്നു. ഇനി ഞാൻ വേഗം ചില കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ ശക്തമായ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടാവും. ഞാൻ നല്ല തൊണ്ടവേദനയും പനിയും വേർത്ത് കുളിക്കണുണ്ട്. 10 ദിവസം മുമ്പേ ഏറ്റ പരിപാടിയാ, അതുകൊണ്ട് അന്ന് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീട്ടി ചോദിച്ച് ഡേറ്റ് വാങ്ങിയതാ. പക്ഷേ ഇന്ന് ശരീരത്തിന് കഴിയില്ല, പനിയാണ്, ശക്തമായ തൊണ്ടവേദനയുണ്ട്. എൻ്റെ സംസാരം സാധാരണ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും എന്തങ്ങനെ പതുക്കെ പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാകും. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സ്ട്രെയിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. കുറേ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കണില്ല. ഈ നാട്ടിലെ മനുഷ്യരോട് ഞാൻ പറയാ, നമ്മളൊരു 8:30 സമയമാകുമ്പോഴേക്ക് മാക്സിമം 8:30 ആകുമ്പോഴേക്ക് നമ്മൾ പിരിയും. അതുകൊണ്ട് അതുവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു നഷ്ടം ഉണ്ടാവില്ല. എത്രയോ സമയം നമ്മൾ എന്തൊക്കെയോ കേട്ടവരാണ്. ഒരു എണ്ണ കച്ചവടക്കാരവിടെ വന്നാല് വെറുതെ നിൽക്കും ആളുകള്, അല്ലേ?
ഒരു തൈല കച്ചവടക്കാരൻ വന്നിങ്ങനെ വിൽക്കുമ്പോൾ നമ്മൾ അടുത്ത് പോയി നിൽക്കും. കുറേ നേരമായി ഇവർ മൂന്നാൾ നിൽക്കണേ, വേറെ ഒക്കെ വരാനും പറ്റില്ല മുന്നിൽ തന്നെ. അപ്പൊ അവസാനം തൈല കച്ചവടക്കാരൻ ചോദിക്കും, നിങ്ങൾക്ക് വേണോ? വേണ്ട, എന്നാ ഒന്ന് മാറിക്കൊടുക്കി അല്ലേ, ചോദിക്കലില്ലേ? എന്താ അങ്ങനെ നിൽക്കും? അത് രസാണ്, ടൈം പോണത് അറിയില്ല, അങ്ങനെ കണ്ടു നിൽക്കും. ഇങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ മനുഷ്യരെ ഇത് ഉപദേശമാണ്, അതെല്ലാവർക്കും കേട്ട് നിൽക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവണം. അത് മനസ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ, അത് ഹൃദയത്തിനുള്ളിലേക്ക് കയറാൻ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ മുസാ നബിയോട് ചോദിച്ചപ്പോ ഹാറൂൻ നബിയോട് ചോദിച്ചപ്പോ കൊടുത്ത ഉത്തരല്ലേ, ഉടനെ ഫിറഔൻ പറഞ്ഞ എന്താ അറിയോ? അപ്പൊ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ, കേൾക്കണേ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കേൾക്കണം, നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ, ഫിറഔൻ ചോദിച്ചാട്ടോ, ഞാൻ ചോദിക്കല്ല, നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ, രണ്ട് നബിമാരോടാ പറയണേ, നിങ്ങൾ രണ്ടുപേരും പറയുന്നതാണ് ശരിയെങ്കിൽ. അപ്പൊ എന്റെ വാപ്പ മരിച്ചിട്ടുണ്ടല്ലോ ഫിറഔൻ, എന്റെ വല്ലിപ്പ മരിച്ചിട്ടുണ്ടല്ലോ, എന്റെ വല്ലിപ്പന്റെ ഉപ്പ മരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കാരണവന്മാരൊക്കെ ലോകത്തുനിന്ന് മരിച്ചു പോയിട്ടുണ്ടല്ലോ. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, ആ മരിച്ചുപോയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യരുടെ അവസ്ഥ എന്താ? ഓലൊക്കെ ഞങ്ങളെ പോലെ ജീവിച്ച് മരിച്ചതാ. അപ്പൊ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ, ഞങ്ങളുടെ കഴിഞ്ഞു പോയ ആളുകളൊക്കെ നഷ്ടം സംഭവിച്ചവരാണ്, നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഫിറഔൻ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതേ ഓലക്ക നരകത്തിലാണ് പറഞ്ഞിട്ടില്ല, ഇല്ലാന്ന്. അത് പറയാനുള്ള ഡ്യൂട്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുകയാണ്, നല്ലത് ഇതാണെന്ന് പറയും, ചിന്തിക്കുക, പഠിക്കുക, കേൾക്കുക, അന്വേഷിക്കുക, ശരിയാണെങ്കിൽ സ്വീകരിക്കുക, അതാ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോ മൂസാ നബി എന്താ കൊടുത്ത ഉത്തരം? അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാണോ? അതൊന്നും ഞങ്ങളോട് ചോദിക്കണ്ടെന്നാണോ? അല്ല, അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഉത്തരം എന്താ കൊടുത്ത്? അറിയില്ല എന്ന് തന്നെയാണ്. പക്ഷെ മരിച്ചുപോയതിനെ കുറിച്ച് ഇനി നമ്മൾ ചിന്തിക്കണ്ട. നമ്മളെ വാപ്പാനെ കുറിച്ചും വല്ലിപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചും വല്യമ്മാനെ കുറിച്ചും കാരണവന്മാരെ കുറിച്ചും ആലോചിച്ച് നിങ്ങൾ തല പുണ്ണാക്കണ്ട. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള അറിവ് എന്നെയും അവരെയും നിങ്ങളെയും സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ അടുക്കലുണ്ട്. അവന് മറവി സംഭവിക്കൂല, പെടക്കൂല. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ബേജാറാവേണ്ട. അപ്പൊ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് ശരിയെങ്കിൽ, അപ്പൊ നമ്മളൊക്കെ കഴിഞ്ഞു പോയ അവസ്ഥ എന്താ? അത് കഴിഞ്ഞു പോയില്ലേ, കഴിഞ്ഞു പോയി. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ സഹോദര സഹോദരിമാരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്ത് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. മർഹമത്ത് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. നമുക്കും നല്ല മനുഷ്യനായി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഇത് സത്യമാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് അള്ളാഹു നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കുക, അന്വേഷിക്കുക. സത്യമാണോ നമുക്ക് സ്വീകരിക്കാം, ഇല്ലേ വേണ്ട. അതിൽ ഒന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കാനുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വിശദീകരിക്കണില്ല. മരണാനന്തരം ഒരു ലോകമുണ്ട്. ഈ നാട്ടിൽ മുസ്ലിങ്ങളല്ലാത്തവരില്ലേ? എല്ലാ മുസ്ലിങ്ങളല്ലാത്തവരും വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെന്നല്ല. എന്നാൽ കുറേ മുസ്ലിങ്ങളല്ലാത്തവർ വിശ്വസിക്കുന്ന എന്താ അറിയോ? ഇപ്പൊ ഈ നാട്ടിൽ ഒരാള് ഹാൻഡിക്യാപ്ഡായി ജനിച്ചു, കൈ വളഞ്ഞ് കാല് വളഞ്ഞ് ജനിച്ചു. അപ്പൊ ആ വീട്ടിൽ ചില ആളുകൾ വിശ്വസിക്കുന്ന എന്താ അറിയോ? ഇത് ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. നമുക്കൊക്കെ എത്രയോ സുഹൃത്തുക്കളുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അവര് പറയുന്നതാണ് അത് മുൻ ജന്മത്തിലുള്ള പാപം നിമിത്തമാണ് ഇങ്ങനെ ജനിച്ചത്. ഒരു ഉമ്മാക്ക് ഒരു അമ്മക്ക് ജനിച്ചത് ഓട്ടിസ്റ്റിക് ആയൊരു കുട്ടിയാണ്. ചിലർക്ക് ജനിച്ചത് കണ്ണ് കാണാത്ത മക്കളാ, ചിലർക്ക് ജനിച്ചത് കാത് കേൾക്കാത്ത മക്കളാ, ചില ആളുകൾക്ക് വളർച്ചയെത്താത്ത കുട്ടികൾ. അങ്ങനെയാണ്. 25 വയസ്സായി, പക്ഷെ ഒരു 3 വയസ്സിന്റെ വളർച്ചയായിട്ടില്ല. മെന്റലി റിട്ടാർഡഡ് ആയ മക്കളാ, ഓട്ടിസ്റ്റിക് ആയ മക്കളാ. നല്ല ശാരീരിക വളർച്ചയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവണില്ല. എത്ര 100 തവണ പറഞ്ഞു കൊടുത്താലും അവന്റെ തലച്ചോറിലേക്ക് കയറി ലേണിംഗ് ഡിസാബിലിറ്റി സംഭവിച്ച കുട്ടികളാ. അത് അച്ഛന്റെ പിഴവ അല്ല, അമ്മയുടെ പിഴവ അല്ല. പരീക്ഷിക്കുകയാണ് നിങ്ങളെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോനെ തന്നാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളെ തന്നാൽ
നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? ആ കുട്ടി അവിടെ ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? തലയൊന്ന് വാതിലിട്ടടിക്കുമ്പോ ഞാൻ വില കൊടുത്തു വാങ്ങിയ വാതിലാണെന്ന് പറഞ്ഞ് ആക്രോശിക്കുമോ നിങ്ങൾ ആ കുട്ടിയോട്? അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ഒരു റിക്ഷയിൽ പിടിച്ചിരുത്തി ഒരു സദസ്സിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ നാണക്കേട് വരുന്നുണ്ടോ? എനിക്കിങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ അഭിമാനം സമ്മതിക്കാതെ വരുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കുള്ള പരീക്ഷണമാണത്. 4 മക്കളിൽ ഒരു കുട്ടി അങ്ങനെയായി, അത് നിങ്ങളുടെ കുഴപ്പമില്ല, പിന്നെ പരീക്ഷണമാണ്. നമ്മളെ പരീക്ഷിക്കുകയാണ്, മനുഷ്യനെ പരീക്ഷിക്കും ദൈവം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിഅ. ഇത്ര മനോഹരമായ ആശയാണ്. ഒരു മനുഷ്യനെ, മുഅ്മിനായ മുഅ്മിനത്തായ ആണിനെ പെണ്ണിനെ അള്ളാഹു പരീക്ഷിക്കും. സമ്പത്ത് കൊടുത്ത്, ശരീരം കൊണ്ട്, മക്കളെ തൊട്ട്. കള്ളുകുടിയനായ വാപ്പ പറയാ, ചീട്ടുകളിയനായ വാപ്പ പറയാ, ലോട്ടറി പിടിക്കുന്ന വാപ്പ പറയാ, ചൂതാട്ടത്തിൽ ഏർപ്പെടുന്ന അച്ഛൻ പറയാ, വാപ്പ പറയാ, അല്ലെ, പെണ്ണ് പിടിയനായ അച്ഛനും വാപ്പയും പറയാ, എന്റെ മക്കൾ ഇങ്ങനെ ആവരുത് എന്ന്. കേട്ടിട്ടില്ലേ? എന്റെ മക്കൾ ഇങ്ങനെ ആവരുത്, ഞാൻ ഏതായാലും പഠിച്ചു, ഞാൻ ഏതായാലും തെറ്റി, എന്റെ മക്കൾ ഇങ്ങനെ ആവരുത് എന്ന്. കേട്ടിട്ടില്ലേ? നമ്മള് ഏത് മനുഷ്യനാ പെടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഏത് മനുഷ്യനാണ് തെറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ നരകത്തിൽ പോയി വീഴട്ടെ എന്ന് ആരാ വിചാരിക്കാറുള്ളത്? എല്ലാ മനുഷ്യരുടെയും മനസ്സിനുള്ളിൽ ആത്യന്തികമായ ലക്ഷ്യം നന്നാവണം എന്നാണ്. സുഹൃത്തുക്കളെ, അതിന് ചെറുപ്പക്കാരോട് ഒരു വാക്ക് ഞാൻ പറയാ കേട്ടോ. ഞാനൊക്കെ കുറെ തെറ്റ് ചെയ്ത ആളാ, അതുകൊണ്ട് ഇനി എനിക്ക് നന്നാവാൻ കഴിയില്ല. വേണ്ട, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നിങ്ങൾ ഇന്ന് നന്നാവാൻ റെഡിയുണ്ടോ? ലഹരിയിൽ നിന്ന് മുക്തനാകാൻ റെഡിയുണ്ടോ? MDMAയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ റെഡിയുണ്ടോ? അതിന് കൂട്ടുനിൽക്കരുത്, പോയി കൊടുക്കരുത്, കച്ചവടത്തിന് ആളുണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ തിന്നുന്നില്ല, ശരി, തിന്നുന്നവരെ ഉണ്ടാക്കി കൊടുക്കരുത്, സഹായിക്കരുത്, കൊണ്ടുപോകരുത്, ഒന്നിനും. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു. അൽ ഖംറ, ലഹരിയെ അള്ളാഹു ശപിച്ചു. എന്തൊക്കെ ലഹരി ഉണ്ടോ, കഞ്ചാവാകാം, കള്ളാവാം, മയക്കുമരുന്നാകാം, MDMA ആകാം, എന്തുമാകാം, ശപിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അത് വഹിക്കുന്നവനെ ശപിച്ചു. ഹമിലഹ, അത് വഹിക്കുന്നവനെ ശപിച്ചു. കൊണ്ടുപോകുന്ന ആളെ ശപിച്ചു, കൊണ്ടുപോകാൻ സഹായിക്കുന്നവനെ ശപിച്ചു. സഖിയഹ, കേട്ടോ, കുടിക്കുന്നവനെ ശപിച്ചു, കുടിപ്പിക്കാൻ സഹായിക്കുന്നവനെ ശപിച്ചു. എല്ലാവരും ശപിച്ചു. ആര് പറഞ്ഞതാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ആരോ ഈ ലഹരിയുടെ ചെറുതും വലുതുമായ അംശങ്ങൾ. ഗൗരവാണ്, കുറച്ചല്ലേ ഉള്ളൂ. ഇല്ല, 60 വയസ്സുള്ള ഒരാളെ പിടിക്കാണ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് MDMA വിതരണം ചെയ്യുന്നവനായിട്ട്. ആ മനുഷ്യൻ ആലോചിക്കേണ്ട എന്താ അറിയോ? എൻ്റെ മോന്റെ പ്രായമുള്ള, എൻ്റെ പേരക്കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളുടെ കയ്യിലേക്കാണ് ഞാനിത് വിതരണം ചെയ്യുന്നത്. അതിലൂടെ എൻ്റെ പേരക്കുട്ടിയുടെ ബുദ്ധി ഒരാൾ നശിപ്പിച്ചാൽ, അവന്റെ ബ്രെയിൻ ഒരാൾ കാർന്നെടുത്താൽ എന്താണ് അവസ്ഥ? അതുപോലെയല്ലേ ഞാൻ മറ്റൊരാളുടെ പേരക്കുട്ടിയെ, ഒരു സഹോദരന്റെ മകളെ അല്ലേ ഞാൻ നശിപ്പിക്കുന്നത്? തൽക്കാലം ലാഭം കിട്ടുക. അത് ഫുള്ള് കച്ചവടം എങ്ങനെയാണ്? എല്ലാ മത്സ്യ കച്ചവടക്കാരും അങ്ങനെയാണെന്നല്ല, അവര് മത്സ്യം കേട്ടതായിരിക്കും കെമിക്കല്. ഓൻ ലാഭം ഉണ്ടാക്കി, ഓൻ ഇറച്ചിക്കടയിൽ പോയിട്ട് ഇറച്ചി വാങ്ങുന്നു, ഇറച്ചി കുറെ സമയം നിൽക്കാനുള്ള കെമിക്കൽ അവര്, പച്ചക്കറി പെട്ടെന്ന് പോകാതിരിക്കാനുള്ള കെമിക്കൽ അവര്, ആകെ കെമിക്കലാ. എല്ലാരും ഇത് വാങ്ങി കഴിക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഗോതമ്പ് ഇങ്ങനെ കൂട്ടിട്ടിരിക്കുക ചന്തയിൽ. അപ്പോ നല്ല ഉണങ്ങിയ ഗോതമ്പ് മേലെ വലിയ കൂനയാണ്, എന്നിട്ടിങ്ങനെ കച്ചവടം ചെയ്യാം, വലിയ ലാഭത്തിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. പക്ഷേ അപ്പുറ സൈഡിൽ, ഇയാൾ നിൽക്കുന്ന സൈഡിൽ പോയി നോക്കിയപ്പോ അടിഭാഗത്ത് നനഞ്ഞ ഗോതമ്പാ, മേൽഭാഗത്ത് ഉണങ്ങിയ ഗോതമ്പും. അപ്പൊ എന്താ ലാഭം? ഈ ഗോതമ്പ് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഗോതമ്പ് വാങ്ങും ആളുകള്, പക്ഷെ പെട്ടെന്ന് തൂങ്ങും. നനച്ചിട്ട ഗോതമ്പ പെട്ടെന്ന് കനം തൂങ്ങും. 1 കിലോ വാങ്ങിയാൽ ഉണങ്ങുമ്പോ 1 കിലോ ഇല്ല. ആ പ്രവാചകന്റെ വിരലുകൾ കൈ അങ്ങനെ ഗോതമ്പിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നനഞ്ഞ ഗോതമ്പ് കയ്യിൽ തട്ടിയപ്പോ പ്രവാചകൻ പറഞ്ഞു, ചതിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. കണ്ടോ? അപ്പൊ എല്ലാ സ്ഥലത്തുണ്ട് മനുഷ്യന് നീതി, എല്ലാ സ്ഥലത്തുമുണ്ട് സത്യം.
എല്ലാ സ്ഥലത്തുമുണ്ട് നല്ല സംസ്കാരം, എല്ലാ സ്ഥലത്തുമുണ്ട് മര്യാദ. ഇത് മനുഷ്യന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അവന്റെ വിശ്വാസമാണ്, ആ നന്മ. അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുക. ഒന്ന്, നന്മയെ മുന്നിൽ കാണുക, തിന്മയോട് രാജി പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം നശ്വരമാണ് എന്ന് മനസ്സിലാക്കുക. എപ്പോഴാ മരിക്കുക എന്നറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എപ്പോഴാ നീ മരിക്കുക, എവിടെ വെച്ചാ മരിക്കുക, പറയാൻ കഴിയില്ല. അതാണ് വയനാട് ഉറങ്ങിക്കിടന്ന മനുഷ്യർ 2:30 ഒരു സൗണ്ട് കേട്ടു, 1:30 കേട്ടു, കുറച്ചാളുകളൊക്കെ ഇറങ്ങി. 2:30 ഒരു സൗണ്ട് വന്നു, ഒലിച്ചിറങ്ങി. വീട്, സ്ലാബ്, അവിടുത്തെ ടോയ്ലറ്റ്, അവിടുത്തെ എല്ലാം ഒലിച്ച് താഴെ. കൂട്ടത്തിൽ മനുഷ്യർ. എന്റെ നാട്ടിൽ നിന്നാണ് 250-ലധികം മനുഷ്യന്റെ മയ്യത്തുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ, എടക്കരയുടെ ഇപ്പുറമുള്ള, ചുങ്കത്രയുടെ ഇപ്പുറമുള്ള, മുണ്ടേരിയിലെ, പോത്തുകല്ലിലെ, ചാലിയാറിന്റെ വെള്ളത്തിൽ നിന്നാണ് 250-ലധികം മനുഷ്യരുടെ മയ്യത്ത് പൂർണ്ണമായി ഭാഗികമായി എടുക്കുന്നത്. അല്ലേ? വലയിട്ട് നിൽക്കായിരുന്നു മനുഷ്യർ. വല ഒലിച്ചു വരുന്ന മയ്യത്തിന്റെ ചില കാല് മാത്രം, കയ്യ് മാത്രം, തലയുടെ ഇത്ര മാത്രം ഒലിച്ചു വരികയാണ്. 250-ലധികം മനുഷ്യരുടെ, പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഭാഗങ്ങളാണ് അവിടുന്ന് കിട്ടിയത്. എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? എടക്കരയിൽ നിന്ന്, ചുങ്കത്രയിൽ നിന്ന്, മുണ്ടേരിയിൽ നിന്ന് ഈ ചൂരൽമലയിലേക്ക് 80-ലധികം കിലോമീറ്റർ ഉണ്ട്. ഉറങ്ങുമ്പോ വിചാരിച്ചോ, മൊബൈലും കണ്ടിങ്ങനെ സുഖമായിട്ട് വൃത്തികെട്ട പോൺ സൈറ്റ് കണ്ട്, വൃത്തികെട്ട സെക്സ് സൈറ്റ് കണ്ട് ഇങ്ങനെ ഉറങ്ങിയവർ ചിലപ്പോൾ അതിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉറങ്ങിയവർ എല്ലാം കണ്ട്, ഇതൊക്കെ കണ്ട് വൃത്തികേട് ചെയ്തവർ, വൃത്തികേട് ആലോചിച്ചവർ വിചാരിച്ചോ, 2:30 ഞാനും വീടും മൊബൈലും അടക്കം എൻ്റെ ജീവനടക്കം പോവാൻ ഇരിക്കുകയാണ് എന്ന് മനസ്സിൻ്റെ ഒരു കോർണറിലെങ്കിലും ആലോചിച്ചോ? ബാപ്പാനെ പറ്റിച്ച്, ഉമ്മാനെ ചതിച്ച്, അല്ലേ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായമുള്ള വല്ലിമ്മാനെയും വല്ലിപ്പാനെയും പറ്റിച്ച് വീടിന്റെ മേലെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ പോയിരുന്ന് വാതിലടച്ച് ജനലടച്ച് നല്ല വീട്ടിൽ വാപ്പ വരുത്തിയ നെറ്റ് സംവിധാനം ഉപയോഗിച്ച് ഓരോ മാസവും റീചാർജ് ചെയ്യുന്ന വൈഫൈ സംവിധാനം ഉപയോഗിച്ച് വൃത്തികേടുകളുടെ മായാലോകത്തേക്ക് കയറിപ്പോകുന്ന ചെറുപ്പക്കാരാ, നീ റൂം അടച്ചിട്ടുണ്ട്, നീ ജനലടച്ചിട്ടുണ്ട്. ആരും അറിയാതിരിക്കുവാൻ വാതിലിന്റെ അടിയിലും മുകളിലുമുള്ള കൊളുത്ത് ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് നീ വൃത്തികെട്ട സൈറ്റിലേക്ക് യാത്രയായത്. പക്ഷേ ഏത് വാതിലടച്ചാലും, ഏത് ജനലുകൾ അടച്ചാലും, നിന്റെ ഓരോ നീക്കുപോക്കുകളും ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന അണ്ടകടാഹങ്ങളുടെ അധിപനായ റബ്ബിന്റെ കാഴ്ചയെ ഒരു ജനലിനും വാതിലിനും അടച്ചിടാൻ കഴിയില്ല. ഇസ്ലാമിന്റെ വിശ്വാസം. ഇതോർക്കുന്നവൻ എങ്ങനെ ചതിക്കും? ഇതോർക്കുന്നവൻ എങ്ങനെ ചതിക്കും വാപ്പാനെ? ഇതോർക്കാൻ കഴിയുന്നവൻ എങ്ങനെ ചതിക്കും ഉമ്മാനെ? എന്നിട്ട് ഒക്കെ ഡിലീറ്റ് ചെയ്തുല്ലേ? ഈ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു, നിങ്ങൾ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. വേണ്ട, ഒരു മെസ്സേജ് അയച്ചു, ഉടനെ ഡിലീറ്റ് എവരിവൺ. ഇനി ഒരിക്കലും കിട്ടാത്ത രൂപത്തിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തു. പോവില്ല. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട് ലോകത്ത്. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ വാങ്ങിയത് മുതൽ ഇന്ന് ഈ സെക്കൻഡ് വരെ ചെയ്ത മുഴുവൻ നീക്കങ്ങളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ലോകത്തുണ്ട്. അപ്പൊ പിന്നെ 2 മലക്കുകളെ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ടോ? വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഒരു മൊബൈലിൽ 64 GB, ഈ ഷോപ്പിലൊക്കെ നിറച്ച്, ഈ ബിൽഡിങ്ങിൽ നിറക്കാവുന്ന പുസ്തകങ്ങൾ ഒരു മൊബൈലിനുള്ളിൽ വെക്കാം, അതിനപ്പുറം വെക്കാം. ചെറിയ GB മതി. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും മനുഷ്യന് തെറ്റുകൾ ഇങ്ങനെ ചെയ്യുക, കൂട്ടുകാർ കൂടി മല കയറുക, സ്റ്റൗവും ചിക്കനും കൊണ്ടുപോവുക, കുപ്പി പൊട്ടിക്കുക, ആരും അറിയുന്നില്ല. ഇത് തെമ്മാടിത്താൻ അറിഞ്ഞിട്ടാ മല കയറി പോയത്, അല്ലെങ്കിൽ അങ്ങാടി തന്നെ ഇരുന്ന് കുടിച്ചാൽ പോരായിരുന്നു. ഇത് വൃത്തികേടാണെന്ന് തോന്നിയതുകൊണ്ടാ മല കയറിയത്. ഇതാരും കാണാൻ പറ്റൂല. അതിന്റെ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തൊക്കെ പോയത്. മനസ്സിലായില്ലേ? നമ്മളെ പെങ്ങളിങ്ങനെ വരിക ഈ റോഡിലൂടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ആ പെങ്ങൾക്ക് കൈ കൊടുക്കാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പെങ്ങളാ, എന്റെ സിസ്റ്ററാ, എന്റെ ചോരയിൽ
ആ ഒട്ടി നിൽക്കുന്ന എന്റെ പെങ്ങള, എനിക്ക് ആരും പേടിക്കണ്ട, തിരിഞ്ഞും മറിഞ്ഞും നോക്കണ്ട. കാമുകി ഇങ്ങനെ വരുന്നുണ്ട്, ഒന്ന് കൈ കൊടുക്കുക, വർത്താനം പറയണമെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കും. എന്താ കാരണം? അത് തെറ്റാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, നബിയേ എന്താണ് തെറ്റ്? ഉത്തരം കേട്ടോളൂ. എന്താണ് പാപം, ഇസ്മന്ത എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫി സ്വദിരിക് വകരിഹത അൻ യത്വലി അലൈഹി നാസ്. ദാ തെറ്റ്. എന്താ പാപം? ഫി സ്വദിരിക്, നിന്റെ ഹൃദയത്തിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. വാറ്റുചാരായം വിൽക്കുമ്പോ ചൊറിയും ഹൃദയം. കാരണം ഇത് നേരല്ല, സാധാ ചാരായം തന്നെ പറ്റൂല, പിന്നെ ഇത് കള്ളച്ചാരായ. അപ്പോ ഓന്റെ ഹൃദയം ചൊറിയും. ഓൻ പറയും, ശ്രദ്ധിക്കണം കേട്ടോ, വരണട്ടോ, കള്ള മണലടിക്കാണ്, അപ്പോ ചൊറിയും. ആ ബൈക്ക് മുന്നിൽ പോണം, എസ്കോട്ട് പോണം. എന്താ കാരണം? ഇത് നേരെയല്ല, ചൊറിയും നമ്മുടെ ഹൃദയം. എന്ത് തെറ്റാവട്ടെ, ചെറിയ തെറ്റാകട്ടെ വലിയ തെറ്റാകട്ടെ, നമ്മുടെ ഹൃദയം ഇങ്ങനെ ചൊറിയും. ഹൃദയം ആരെങ്കിലും കാണുന്നുണ്ടോ? ജനങ്ങൾ അറിയുന്നത് നീ എത്തി നോക്കും, വെറുക്കും. ആണ് നിന്റെ ഹൃദയത്തിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. കൃത്യമാണ്. മഹഖഫി സ്വദിരിക്, നിന്റെ ഹൃദയത്തിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. വകരിഹിത, നീ വെറുക്കും. അയ്യത്വലി അലൈഹിന്നാസ്, ജനങ്ങൾ എത്തി നോക്കുന്നത് അറിയുമോ ആരെങ്കിലും? അയൽവാസി കുട്ടിയോട് ഒരു പ്രേമത്തിന്റെ വർത്തമാനം പറയുമ്പോ, മൊബൈലിൽ അപ്പുറത്തുള്ള സഹോദരിയോട്, മറ്റൊരു സഹോദരന്റെ ഭാര്യയോട്, മറ്റൊരു സഹോദരിയുടെ ഭർത്താവിനോട് വൃത്തികെട്ട ചാറ്റിംഗ് നടത്തി നിന്റെ ഇംഗിതത്തിന് മാടി വിളിക്കുമ്പോ നിന്റെ ഹൃദയം പറയും, അറിയുമോ? അതാണ് തെറ്റ്, അതാണ് തെറ്റ്. എത്ര ക്ലിയർ ആയിട്ടാ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ഭാര്യയ്ക്ക് വിളിക്കാൻ ആരെയാ പേടിക്കേണ്ടത്? പെങ്ങൾക്ക് വിളിക്കാൻ ആരെയാ പേടിക്കേണ്ടത്? ഉമ്മാക്ക് വിളിക്കാൻ ആരെയാ പേടിക്കേണ്ടത്? പേടിക്കണ്ട. ആരെങ്കിലും കേട്ടാൽ എന്താ? ആരാടാ നീ വിളിച്ചത്? എൻ്റെ ഉമ്മാനെ. ആർക്കടാ നീ വിളിച്ചത്? എൻ്റെ വൈഫിനെ. പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? മറ്റത് ഒഴിഞ്ഞു പോകും. അതാ ട്രെയിനിലെ ട്രാക്കിൽ കുടുങ്ങിപ്പോയത്. ഇങ്ങനെ സംസാരിച്ചൊരു മായാലോകത്താ. ട്രെയിൻ അത്രയും വലിയ ബഹളുണ്ടാക്കി വരുന്നത് അറിഞ്ഞിട്ടില്ല, ഇടിച്ച് തീർന്നു. വായിച്ചിട്ടില്ലേ? വലിയ കുഴിയിൽ പോയി എടിച്ചിറങ്ങി വീഴുകയാണ്. ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ്. കാരണം നല്ല ഒരു സുഖമായിട്ട് സംവിധാനം അതിന് ലോകത്തുണ്ട്. നല്ല ക്ലിയറായിട്ട് എല്ലാം വെച്ച് ഇയർഫോണൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിച്ച് പോവുക. മായാലോകത്താണ് മനുഷ്യർ. ഈ മായാലോകം അവസാനിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. എന്നിട്ട് ഒറിജിനൽ ലോകം വരാനുണ്ട്. ആ ലോകമാണ് ബാക്കിയാവുക കേട്ടോ. അവിടെ മരണമുണ്ടോ? ഇല്ല. നമുക്കൊക്കെ അറിയണ ചെറിയ സൂറത്തിന്റെ ഒരു ചെറിയ അവസാനത്തായത്ത്, മരണമില്ല അവിടെ, മരണമില്ല അവിടെ. നരകത്തിലെ മരണമില്ല, ജീവിക്കാനും സമ്മതിക്കൂല. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഇനി സുഹൃത്തുക്കളെ, ചെറിയ സമയം ശ്രദ്ധിച്ചോളൂട്ടോ. ഈ സംവിധാനമൊക്കെ ഒരുക്കിയ റബ്ബ് എന്തിനാണ് മനുഷ്യനെ ഭൂമിക്ക് അയച്ചത്? ഇങ്ങനെ കുറെ നിയമം വെച്ച്. ഇപ്പോ ഈ മൊബൈൽ വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗ് ഉണ്ട്. ഒരു റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ, നമ്മളെല്ലാവരും ഫ്രിഡ്ജ് എന്നാ പറയാം, ആയിക്കോട്ടെ. റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ അതിനൊരു കാറ്റലോഗ് ഉണ്ട്. കമ്പനി അതിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, ഇങ്ങനെ ഉപയോഗിക്കണം. അത് വാഷിംഗ് മെഷീൻ ആണെങ്കിലും എന്ത് ഉപകരണങ്ങളാണെങ്കിലും അതിനൊക്കെ കൃത്യമായ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ, ഉണ്ട്. അത് ഇങ്ങനെ ഉപയോഗിക്കണം. ആദ്യം തെറ്റായി ഉപയോഗിച്ചാൽ അതിൻ്റെ വാറണ്ടിക്ക് പ്രശ്നമാണ്, ഗ്യാരണ്ടിക്ക് പ്രശ്നമാണ്. മനുഷ്യനെ അള്ളാഹ് ഉണ്ടാക്കിയപ്പോ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, അവനെ അള്ളാഹു സൃഷ്ടിച്ചതാ, സംവിധാനിച്ചതാ, നീ ഇങ്ങനെ ജീവിക്കണം, ഇന്നത് കഴിക്കണം. ഇങ്ങനെ കാലുകൊണ്ട് ഇറുക്കിപ്പിടിച്ച് ചുണ്ടുകൊണ്ട് കൊത്തി വലിക്കുന്ന ഒരു പക്ഷിയെ നീ തിന്നരുത്. അത്രേ ഉള്ളു വിലക്ക്. ബാക്കി ഇഷ്ടമുണ്ടെങ്കിൽ തിന്നാ. മനസ്സിലായില്ലേ? അല്ലെ കാക്ക പെട്ടു, പരുന്ത് പെട്ടു, കഴുകം പെട്ടു, കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് ചുണ്ടുകൊണ്ട് കൊത്തി വലിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കോഴിക്കുഞ്ഞിനെടുത്ത് പോയിട്ട് കാലിൽ ഇറുക്കി പിടിച്ചിട്ട് ആ കൊത്തി വലിച്ച് തിന്നുക. അങ്ങനത്തെ പക്ഷികളൊന്നും നിങ്ങൾ തിന്നരുത്. തേറ്റയുള്ള മൃഗങ്ങളെ നിങ്ങൾ ഭക്ഷിക്കരുത്. പട്ടി, പന്നി, ഇതിനൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്, തിന്നരുത്. പട്ടിയെ നിങ്ങൾക്ക് വളർത്താം, വേട്ടയ്ക്ക് വേണ്ടി, കാവലിന് വേണ്ടി വളർത്താം, പക്ഷെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഒക്കെ എന്തും ഇസ്ലാം പറയാതിരുന്നിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പട്ടിയുടെ മൂക്കിൽ ചില ലായനുണ്ട്, പട്ടിയുടെ നാവിൽ ചില കൊഴുപ്പുണ്ട്, അതിങ്ങനെ ഒറ്റ വീഴും. അപ്പോൾ മണ്ണ് അത് ശുദ്ധീകരിക്കും. ഇപ്പം നമ്മളിവിടെ ഒരു സമ്മേളനം നടത്തുക, ഒരു വലിയ പാടത്ത്, അതിൽ പട്ടി പോയിട്ടുണ്ടാവും,
പോത്ത് പോയിട്ടുണ്ടാവുമെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവിടെ നജസ്സുണ്ടോ ഇല്ലേ, നമുക്കവിടെ നിസ്കരിക്കാം. ഈ പട്ടിയുടെ നാവ് നൊറ്റി വീണ നീരിൽ അണുക്കളുണ്ട്, പക്ഷെ മണ്ണ് അതിനെ നിർവീര്യമാക്കും. ആര് പറഞ്ഞറിയോ? സയൻസ് പറഞ്ഞതാ. പട്ടിയുടെ നാവെന്ന് മൂക്കുന്നൊക്കെ ഇറങ്ങുന്ന ചെറിയ ലായനിയിൽ നമുക്കൊക്കെ ഉണ്ടല്ലോ ജലദോഷം പോലെ, അതിൽ അണുക്കളുണ്ട്, അതിനെ മണ്ണ് നിർവീര്യമാക്കും. ആര് പറഞ്ഞ? സയൻസ്. നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിദ്യാസമ്പന്നനല്ല അന്ന്. ആർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആലിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ വഹീ പ്രകാരം സംസാരിച്ചത്. എന്നാൽ സ്വന്തമായി പേടെഴുതാനൊന്നും അറിയില്ല. നിൽക്കട്ടെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷം മുമ്പ് പറയണേ എന്താ പറഞ്ഞത്? പട്ടി ചവിട്ടിയാൽ അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പട്ടി നിങ്ങളെ തട്ടിപ്പോയാൽ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ പട്ടി നിങ്ങളുടെ പാത്രത്തിൽ തലയിട്ടാൽ. ഇപ്പൊ സയൻസ് പറഞ്ഞു കൊടുത്തേക്ക് മടങ്ങ്. പട്ടി തലയിടുമ്പോ മൂക്കും നാവും പെടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം. ശ്രദ്ധിച്ചോളൂട്ടോ. അതിൽ ഒരു പ്രാവശ്യമെങ്കിലും മണ്ണുകൊണ്ടായിരിക്കണം എന്നാ പറഞ്ഞത്. 1400 കൊല്ലം മുമ്പ്. സയൻസ് ഇപ്പൊ പറയാണ് ഇവിടെ നാവിൽ നിന്ന്, പട്ടിയുടെ നാവിൽ നിന്ന്, മൂക്കിൽ നിന്ന് ഇവിടെയൊക്കെ പല ലായനി ഒറ്റുന്നുണ്ട്, അണുക്കളുണ്ട്. അതിനെ നിർവീര്യമാക്കാൻ മണ്ണു മതി. സുബ്ഹാനല്ലാഹ്. 1400 വർഷം മുമ്പ് നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ 7 പ്രാവശ്യം കഴുകുമ്പോ 1 പ്രാവശ്യമെങ്കിലും മണ്ണുകൊണ്ടായിരിക്കണം. കണ്ടോ? ഒരു തെറ്റും സംഭവിക്കൂല. കാരണം ഇതൊന്നും പ്രവാചകന്റെ ഇഷ്ടപ്രകാരം പറയല്ല, അള്ളാന്റെ വഹയാണ്. ഉമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. കണ്ടോ? ക്ലിയർ അല്ലേ? നബി ഒന്നും നബിയുടെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, പിന്നെ അള്ളാഹുവിന്റെ വഹയാണ്. ആ റബ്ബ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മനുഷ്യനെ 2 കാലുള്ള മനുഷ്യനെ 170 ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി വെച്ച് ആ സംവിധാനിച്ച മനുഷ്യനെ 8 മണിക്കൂർ കൊണ്ട് കടിച്ചത് വെജ് ആൻഡ് നോൺ വെജ് അതിനെ ദഹിപ്പിക്കാൻ ശക്തിയുള്ള ആമാശയം തന്ന റബ്ബിനെ, ഓരോ ആമാശയത്തിന്റെ ഉള്ളിലും 3 ദിവസം കൂടുമ്പോ മാറുന്ന പാട കൊടുത്ത റബ്ബ്. സുബ്ഹാനല്ലാഹ്. ഉണ്ടോ? നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മളെ മിക്സി ഇങ്ങനെ വെച്ചിട്ട് ഈ തിണ്ണയിൽ വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോ ചുമരിലേക്ക് ഇങ്ങനെ തെറിക്കൂലേ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ അടയാളം ഉണ്ടാവും തുടച്ചിട്ടില്ലെങ്കിൽ. നമ്മുടെ ഈ ചിക്കനും മട്ടനും ആ വെജ് ആൻഡ് നോൺ വെജ് ഒക്കെ കഴിക്കണം മനുഷ്യന്റെ ആമാശയത്തിനുള്ളിൽ കിടന്ന് ഇത് അരച്ച് പൊടിച്ച് വേർതിരിക്കുമ്പോ ആമാശയത്തിന്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ തെറിക്കുമ്പോ ആമാശയത്തിന്റെ ഭിത്തിയിൽ പരിക്കുണ്ടാകാതിരിക്കാൻ അള്ളാഹു ആമാശയത്തിന്റെ ഉള്ളിൽ ഒരു ബ്ലാഡർ കൊടുത്തു. ഫുട്ബോളിന്റെ ഉള്ളിൽ ബ്ലാഡർ വെച്ച പോലെ, അത്ര കട്ടിയിലല്ല, ചെറിയ നേർത്ത ഒരു പാട അള്ളാഹു ഫുൾ കവറിങ് ആയിട്ട് കൊടുത്തു. എന്നിട്ടോ ഈ ആമാശയത്തിന്റെ ഉള്ളിൽ 1-ാമത്തെ ദിവസമൊക്കെ ദഹനം നടന്നു. അപ്പോ ചെറിയ തെറിച്ച് അതിൽ പാട് വീടും. 2-ാമത്തെ ദിവസം അതിന് ഈ പാടക്ക് കേട് സംഭവിക്കാൻ തുടങ്ങും. 3-ാമത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഈ പാട പ്രയാസമാകും. അതുകൊണ്ട് അള്ളാഹു 3-ാമത്തെ ദിവസം ലോകത്തുള്ള 800 കോടി മനുഷ്യരുടെയും പാട, ആമാശയത്തിനുള്ളിൽ കിടക്കുന്ന പാടയെ ഓരോ 3 ദിവസം കൂടുമ്പോഴും അള്ളാഹു കരിച്ചു കളയും. ഉടനെ പുതിയത്. ഒരു സർജറിയും വേണ്ട, അനസ്തേഷ്യ വേണ്ട, ഒരു ഹോസ്പിറ്റലിലും പോവണ്ട. ചിലപ്പോ ഇപ്പൊ മാറിയിട്ടുണ്ടാവും. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? എടാ, ഒരാൾ റോട്ടിൽ ഇങ്ങനെ വയറ് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താന്നറിയില്ല, പാട മാറുന്നുണ്ട് തോന്നുന്നു. പറയലുണ്ട് ആരെങ്കിലും? ഇല്ല, നമ്മൾ അറിയണില്ല. ഓരോ 3 ദിവസം കൂടുമ്പോഴും മനുഷ്യന്റെ ആമാശയത്തിനുള്ളിലെ ഈ നേർത്ത പാട ലോകത്തിന്റെ രക്ഷിതാവ് മാറ്റി പുതുതായി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. കണ്ടോ? ഇത് തന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു മനുഷ്യരോട്, മനുഷ്യരെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടില്ല, ജിന്നുവർഗത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. ഈ സ്ഥലത്തിന് എന്താ പറയാ? തൂതേ, വാഴങ്കട അല്ലേ, അല്ലെങ്കിൽ ബിഡാത്തിയിലെ മനുഷ്യരോട് ഞാൻ പറയാട്ടോ, സുഹൃത്തുക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മെ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടത്
രസിച്ച് രമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച്. ചില ആളുകൾ അങ്ങനെ പറയാ, ഇവിടെ ആ ഒരു ജീവിതമുള്ളൂ, അടിച്ച് പൊളിച്ച് തീർക്കണം, അല്ലാതെ എന്താ ഇപ്പൊ നോക്കി നിൽക്കണേ? വിടൂലല്ല. അല്ലാഹ് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാനല്ലാതെ ഞാൻ ഒരൊറ്റ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഞാൻ ചോദിക്കാം, ബിഡാത്തിയിലെ എല്ലാ മനുഷ്യരും അള്ളാഹനെ ആരാധിക്കുന്നവരാണോ? ഞാൻ പറയുന്നു അല്ല. ബിഡാത്തിയിലെ എല്ലാ മനുഷ്യരും അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവരാണോ? ഉത്തരം അല്ല. അള്ളാഹുവിനെ മാത്രം, ദൈവത്തെ മാത്രം, വിരാട് പുരുഷനെ മാത്രം, ഹിരണ്യഗർഭനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്, വണങ്ങുന്നവരുണ്ട്. എന്നാൽ ഒരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഇഷ്ടപ്പെടാത്ത ബഹുദൈവ ആരാധന നടത്തുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥമില്ലായ്മയെ, അർത്ഥശൂന്യതയെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആരാ എനിക്ക് ജീവൻ നൽകിയത്? അള്ളാഹു അല്ലേ? എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്നതാരാ? അള്ളാഹു. നല്ല വാരിയെല്ലുകൾ കൊണ്ട് കവറിങ് നൽകി എന്റെ ഹൃദയത്തെ സുരക്ഷിതമാക്കി നിർത്തിയതാരാ? ലോകത്തിന്റെ രക്ഷിതാവ്. നല്ല കട്ടിയുള്ള തലയൊട്ടി തന്ന് എന്റെ തലച്ചോറിനെ സേഫ്റ്റിയാക്കിയതാരാ? ലോകത്തിന്റെ രക്ഷിതാവ് അല്ലേ? എന്റെ വിരലുകളെല്ലാം മടങ്ങും, തള്ളവിരൽ മാത്രം മടങ്ങുന്നില്ലെങ്കിൽ ഈ കൈ കൊണ്ടുള്ള ഉപകാരത്തിന് വലിയ ലിമിറ്റ് വന്നു. ആരായി സംവിധാനം ഉണ്ടാക്കിയത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. പകരം നന്ദിയായി ചോദിച്ചത് നീ എന്നെ മാത്രം ആരാധിക്കണം, ക്യാഷിന് മുടക്കില്ല. ശ്രദ്ധിച്ചു കേട്ടോളി, മനസ്സിലായില്ലേ? വേറെ മനുഷ്യനുണ്ടാക്കിയ ഏതൊക്കെ ആരാധനാ കേന്ദ്രങ്ങളുണ്ടോ ക്യാഷിന് ചെലവുണ്ടാവും. അള്ളാഹനെ ആരാധിക്കാൻ, ദൈവത്തെ മാത്രം ആരാധിക്കാൻ ആർക്കാ പൈസ ചെലവാകുക? നമ്മൾ നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് അള്ളാഹു എന്നെ കാക്കണേ, വിരാട് പുരുഷ എന്നെ രക്ഷിക്കണേ, എൻ്റെ മക്കളുടെ അസുഖം മാറ്റിത്തരണേ, എൻ്റെ മക്കൾ പ്രയാസത്തിലാണ് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറയാൻ ചില്ലി കാശിന്റെ മുടക്കില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പള്ളിയിൽ ഉസ്താദോ മൗലവിയോ ഉണ്ട്, അയാളുടെ കാണുമ്പോൾ പറഞ്ഞോളി, കുട്ടിക്ക് സുഖല്ല, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ക്യാഷിന് മുടക്കില്ല. ആൾ ദൈവത്തെ ഉണ്ടാക്കി ക്യാഷ് കൊടുക്കണം? ആൾ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങി പൈസ മുടക്കണം, അല്ലെങ്കിൽ ഒരാൾ ദൈവം ലോകത്ത് നിലനിൽക്കൂല. മനസ്സിലായില്ലേ? നിങ്ങൾ പഠിച്ചോക്ക്, നിങ്ങൾ ചിന്തിച്ചോക്ക്. ഞാൻ കാസർഗോഡിലെ കാഞ്ഞങ്ങാടിന്റെ പുറത്ത് പൂച്ചക്കാട് പ്രസംഗിച്ചു. അവിടെ എന്താ പ്രസംഗിക്കാൻ കാരണം എന്നറിയോ? അവിടെ ഒരു 30-40 ഇടയിൽ പ്രായമുള്ള ഒരു പെണ്ണ് ജിന്നുമ്മയായി അഭിനയിക്കുക. ഞാൻ ജിന്നുമ്മയാണ്, നിങ്ങളെല്ലാവരും സ്വർണം കൊണ്ടുവന്നോളൂ, 100 പവൻ തന്ന 200 പവൻ അടുത്ത മാസം. ഭയങ്കര സൗകര്യമാണ്. മനസ്സിലായില്ലേ? എന്താ മനുഷ്യന്റെ എല്ലാ തട്ടിപ്പും ഇങ്ങനെയാണ്. അപ്പൊ നല്ലൊരു പ്രമുഖ വ്യവസായ രംഗത്തുള്ള ഒരു പൈസക്കാരൻ 500 ചില്ലാൻ പവൻ, ചിന്തിക്കണം, 500 ചില്ലാൻ പവൻ. അയാളത് മാത്രമല്ല, അയാളെ കുടുംബത്തിൽപ്പെട്ടവരതൊക്കെ വാങ്ങി ഈ ചെറുപ്പക്കാരിയായ ജിന്നുമ്മാന്റെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്ര സമയം കഴിഞ്ഞാൽ ഇരട്ടിയായി കിട്ടും. ജിന്നുമ്മ പറഞ്ഞു ഇരട്ടിയായി കിട്ടും. ജിന്നുമ്മാന്റെ ആ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കണ കുറെ സിൽബന്തികളുണ്ട്, അവരും പറഞ്ഞു. ശ്രദ്ധിച്ചോളിട്ടോ. അങ്ങനെ ഈ വ്യവസായി ചോദിച്ചു, അല്ല തന്നിട്ട് ഇപ്പൊ കുറെ സമയമായല്ലോ, മാസങ്ങൾ കഴിഞ്ഞു, എന്താ തിരിച്ചു തരാത്തത്? അപ്പോ ജിന്നുമ്മ പറഞ്ഞു, തിരിച്ചു തരാനായിട്ടുണ്ട്, പക്ഷേ ഒരു പൂജയും കൂടി നടത്താണ്ട്. ആ പൂജക്ക് നിങ്ങളുടെ വീട്ടിൽ നടത്തണം. നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ ഭാര്യയോ, നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങളുടെ ബന്ധുക്കളോ ആരും ആ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഞാൻ വരും, എൻ്റെ കൂടെ കുറച്ചാളുണ്ടാവും, നിങ്ങൾ ഒറ്റക്ക്, വേറെ ഒരു മനുഷ്യനുണ്ടാവാൻ പാടില്ല. 500-ലധികം പവൻ കൊടുത്തിട്ടേ ജിന്നുമ്മാനെ വീട്ടിക്ക് വരുത്തി. ജിന്നുമ്മ മെല്ലെ വന്ന് വീട്ടിൽ കയറി, കൂടുള്ള ആളുകളും കയറി, കുടുംബക്കാരെയൊക്കെ പറഞ്ഞയച്ച്, പരിസരത്തൊന്നും ആരും നിൽക്കാൻ പാടില്ല, വിശ്വാസാണല്ലോ. അങ്ങനെ കയറി ആ മനുഷ്യനെ കൊന്നു. ജയിലിലാണ് ഇപ്പോ. ജാമ്യത്തിൽ ഇറങ്ങിയോന്ന് അറിയില്ല കേട്ടോ. അതൊക്കെ കോടതിയും പോലീസും കേസൊക്കെ ഉള്ള കാര്യമാണ്, ഒരു തീരുമാനിക്കട്ടെ. പക്ഷേ ആ പരിസരത്ത് നമ്മൾ പോയി പ്രസംഗിച്ചു അതിനെതിരെ. സത്യം പറയണം എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട്. അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂല ഇവിടെയെന്ന്. പോലീസ് ഇടപെട്ടു, സംസാരിച്ചു. നമുക്ക് പറയാനുള്ള ഹക്ക് പറയാം. ഞാനിപ്പോൾ ഇവിടെ തന്നെ സംസാരിച്ചു. ആ സംസാരത്തിൽ ആരെയും വ്യക്തിഹത്യ നടത്തേണ്ട ആവശ്യമില്ല. ഹക്ക് പറയുക, ഇഷ്ടമുള്ള സ്വീകരിക്കുക. നടത്തി. കുറെ ആളുകൾ കേട്ടുനിന്നു. ഒരുപാട് മനുഷ്യർ റോഡിന്റെ ഇരുഭാഗത്തു നിന്ന് കേട്ടുനിന്നു.
അൽഹംദുലില്ലാ, സത്യം അവിടെ കേൾപ്പിക്കാൻ പറ്റി. നിങ്ങൾ ചിന്തിക്ക്, ഇതൊക്കെ മനുഷ്യന്റെ തട്ടിപ്പാ. എന്താ തത്ത പറയും നിന്റെ ഭാവി പൈസ കൊടുക്കണം, വെറുതെ പറയില്ല. ചീട്ടെടുക്കും, വെറുതെ പറയില്ല, പൈസ കൊടുക്കണം. ഇങ്ങനെ വരും ചില ആളുകൾ. ഇപ്പൊ ഒക്കെ നിന്നിട്ടുണ്ട്. നിങ്ങളെ ഫ്യൂച്ചർ പറയാം, ഭാവി പറയാം. ഉമ്മ നിങ്ങളെ സിറ്റ് ഔട്ടിൽ ഇരിക്കണം, ഉമ്മ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ടുണ്ടല്ലോ, കുറെ ലക്ഷണം പറയാണ്ട്. നിങ്ങളെ ചെറിയ മോൻ ഗൾഫിലല്ലേ, ജോലി ശരിയായിട്ടില്ലല്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിച്ചതാ, ഉമ്മാക്കത് മതി. അപ്പോഴേക്കും ഉമ്മ ഗേറ്റ് തുറന്നു കൊടുക്കും. അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് പറയും, നിങ്ങളെ മുഖലക്ഷണം പറയാനുണ്ട്, കൈ നോക്കാനുണ്ട്, വരട്ടേന്ന്. അന്ന് വന്നോന്ന് പറയുമ്പോ ചോദിക്കാണ് പട്ടി ഉണ്ടോ എന്ന്. ഓനപ്പൊ ഭാവി വരാൻ വരുന്ന ആൾ, ഈ വീട്ടിൽ പട്ടി ഉണ്ടോന്ന് ഓനറിയില്ല. മനസ്സിലാനുണ്ടോ? ഈ വീട്ടില് പട്ടി ഉണ്ടോ എന്നുള്ള കാര്യം ഓനറിയില്ല. ഇങ്ങോട്ട് വന്നോന്ന് അറിയുമ്പോ ചോദിക്കുക പട്ടി ഉണ്ടോ. ഓനാ കഴിഞ്ഞത് പറയാ, ഓനപ്പൊ നടക്കണത് പറയാ, ഓനാ വരാനുള്ളത് പറയാ. ഈ പെരന്റെ ബാക്കിൽ പട്ടി ഉണ്ടോന്ന് ഓനറിയില്ല. ചിന്തിക്കണ്ടോ? 1400 വർഷം മുമ്പ് പ്രവാചകൻ പറയണേ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൻ അതാ അറാഫൻ ഔ ഖാഹിനൻ ഔ സാഹിറ. സുബ്ഹാനല്ലാഹ്. ഒരു ജ്യോത്സ്യനെയോ ഒരു കൈനോട്ടക്കാരനെയോ ഒരു കണക്ക് നോട്ടക്കാരനെയോ ഒരു മാരണപ്പണിക്കാരനെയോ നിങ്ങൾ സമീപിച്ചു, ഫസഅലഹു അൻ ഷൈഇൻ, ഒരു കാര്യത്തെ പറ്റി അയാളോട് ചോദിച്ചു എങ്കിൽ അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ, സത്യപ്പെടുത്തിയാൽ, കഫറ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചു. ഏതാ മുഹമ്മദ് നബിക്ക് ഇറക്കിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ? ഖുർആൻ. ഖുർആനിൽ വിശ്വാസമില്ലാത്ത ആളാണ് പിന്നെ ആ ജമീല, പിന്നെ മൈമൂന, പിന്നെ ഫാത്തിമ, പിന്നെ സുലൈഖ. ഇനി കഷ്ടകാലത്തിന് ജമീലാന്റെ പേര് മാത്രം പറയാനാ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു ജമീൽ ഇവിടെ ഉണ്ടെങ്കിൽ ആരാ പറഞ്ഞു കൊടുത്താന്ന് പറയും. അതിന് 4-5 പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ഖുർആനിൽ വിശ്വാസമില്ലാത്ത ആളായി. മുഹമ്മദ് പേരിട്ട്, അഹമ്മദ് പേരിട്ട്, ഇബ്രാഹിം പേരിട്ട്, ഷിയാബ് പേരിട്ട്, സുലൈമാൻ പേരിട്ടിട്ട് കാര്യമില്ല. ഇവര് കൈ നോക്കി ഇങ്ങനെ പറയാ ഇല്ല. മനുഷ്യരെ ഇതൊക്കെ ചൂഷണാണ്. ഖബറ് സാധാരണ ഖബർ. അപ്പൊ സൗദി ഗ്രാൻഡ് മുഫ്തി മരിച്ചു. എത്ര ദിവസമേ ആയിട്ടുള്ളൂ? മാസങ്ങളായിട്ടില്ല. ഗ്രാൻഡ് മുഫ്തി സൗദിയിലെ ആലു ഷെയ്ഖ് ലോകത്തോട് ഇവിടെ പറഞ്ഞു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. അഗ്രഗണ്യ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഖബർ ഏതാന്ന് സൗദിയിൽ നിങ്ങൾ പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് ആലു ഷെയ്ഖിന്റെ ഖബറിന്റെ ഫോട്ടോ ഒന്ന് അയച്ചോണ്ടായിരുന്നൊക്കെ. ഓൻ പറയും എനിക്കറിയില്ല, അതിന് മനസ്സിലാവില്ലല്ലോ. ഇതിലേതാ ആലു ഷെയ്ഖിന്റെ ഖബർ? ഞാൻ ഖബറടക്കത്ത് പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് ആലു ഷെയ്ഖിന്റെ ഖബർ ഏതാന്ന് എനിക്കറിയില്ല. ഇവിടെ കുറെ പുതിയ ഖബറുണ്ട്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. മനസ്സിലാവൂല. പ്രത്യേക അടയാളുണ്ടോ? ഇല്ല. സൗദി രാജാവ് മരിച്ചപ്പോ ഇവിടുത്തെ ചാനല്, നമ്മളെ നാട്ടിലെ മനോരമ, ഏഷ്യാനെറ്റ്, എല്ലാ ചാനലും പറയണേ അത്ഭുതം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെന്നാൽ സൗദി രാജാവിന്റെ ഖബർ ഏതാന്ന് അറിയില്ല. ഇപ്പൊ ചെന്നവർക്ക് അറിയും. ഒരടയാളുണ്ടോ പ്രത്യേകം? ഇല്ല. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനസ്സിലായില്ലേ? നല്ലൊരു ഉസ്താദിന്റെ നമ്മുടെ നാട്ടില്, അയാൾ നന്നായി ജീവിച്ചു, നന്നായി ഖുർആൻ പഠിച്ചു, നന്നായി പഠിപ്പിച്ചു. അയാൾ മരിച്ചാൽ അയാൾക്ക് പരലോകത്ത് ഉപകാരപ്പെടും. അയാൾ പഠിപ്പിച്ച നന്മ നമ്മൾ സ്വീകരിക്കുക, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അയാളുടെ ഖബറിനടുത്ത് പോയിട്ട് നമുക്ക് നോക്കാം, ഓർക്കാം, അയാൾക്ക് സലാം പറയാം. ഇതിലൊന്നും തർക്കമില്ല. പക്ഷെ ആ ഖബറിൽ കിടക്കുന്ന ഉസ്താദിനോട് നമ്മുടെ സങ്കടം പറഞ്ഞാലോ പിഴച്ചു, ദീന് പിഴച്ചു. ഇത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഇതാ ഇസ്ലാം പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിലും വലിയൊരു തങ്ങൾ ഇനി ലോകത്ത് വരാനില്ല. ഏറ്റവും വലിയ തങ്ങൾ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, പറമ്പിനേക്കാൾ, വീടിനേക്കാൾ നമുക്കിഷ്ടം തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി റബീഉൽ അവ്വൽ 12-ന്. ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ. റബീഉൽ അവ്വൽ 12-ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് പല അഭിപ്രായമുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വഫാത്തായതോ എല്ലാവർക്കും ഒരേ അഭിപ്രായ, റബീഉൽ അവ്വലിലാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അതിനൊന്നുമല്ല. എന്തിനാ? എന്നിട്ട് അടുത്ത ഖലീഫ ആരാണ് ചർച്ച ചെയ്യാണ്. മുഹാജിറുകൾ, അൻസ്വാറുകൾ ചർച്ച ചെയ്യണേ അടുത്ത ഖലീഫ ആരാണെന്ന് ചർച്ച ചെയ്യുക. അപ്പോ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ശരീരം ഖബറിൽ വെച്ചിട്ടില്ല? നമുക്കൊന്ന് ചോദിച്ചു നോക്കുക. ആരെങ്കിലും പറഞ്ഞോ? ഏയ് ചിന്തിച്ചോളിട്ടോ, ഞാൻ ചിന്തിക്കാനാ പറയണത്, പതുക്കെ പറയാണ്. ഒരൊറ്റ സഹാബി ചരിത്രത്തിന്റെ ഏതെങ്കിലും ഏടുകളിൽ, ദാ ചരിത്രം മറിച്ചോളൂ,
അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥം മറിച്ചോളൂ. ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി, ഇബ്നു മാജ, അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുണ്ട്. ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ഖബറിലേക്ക് വെച്ചിട്ടില്ല. ഇപ്പൊ നമുക്കിടയിൽ തർക്കമുണ്ട്, അടുത്ത ഖലീഫ ആരാണ് എന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോട് ചോദിക്കണ്ട, നമുക്ക് നബിയോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് ഒരു സഹാബി പറഞ്ഞ ഒരു വാചകം വേണ്ട ഒരു വാക്ക് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ? എന്താ അവര് ചോദിക്കാത്തത്? എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ നബിയോടാണല്ലോ ചോദിച്ചതവര്. നബിയെ, ഞങ്ങൾ എങ്ങനെ വീട്ടിൽ കയറേണ്ടത്, വീട്ടിലേക്ക് ഏത് കാല് വെക്കണം, എന്താ ചൊല്ലേണ്ടത്, പള്ളിക്ക് എങ്ങനെ കയറണം, അല്ലാഹു മഫ്തഹലി അബ്വാബ റഹ്മത്തിക, വലത് കാല് വെക്കണം, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലിനെ പുറത്തേക്ക് മുന്തിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന് പറയണം, ടോയ്ലറ്റിൽ കിടക്കുമ്പോൾ ഇടത്തെ കാല് വെക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയണം, തിരിച്ചു വരുമ്പോൾ ഗുഫ്രാനക് ഏറ്റവും ചുരുങ്ങിയത് പറയണം, വലത്തേക്കാലിനെ പുറത്തേക്ക് മുന്തിക്കണം, ടോയ്ലറ്റിൽ കിടക്കുമ്പോൾ നിയമം വരെ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരു മതം ലോകത്ത് വേറെ ഉണ്ടോ? എന്നെ കേൾക്കണ മുസ്ലിങ്ങളല്ലാത്തവർ ചിന്തിക്ക്. ഇസ്ലാമില് ടോയ്ലറ്റ് കിടക്കുമ്പോൾ അങ്ങോട്ട് ഓടിക്കയറാൻ പറ്റൂല, ഇടത്തേക്കാല് വെച്ച് കയറണം, ഒരു പ്രാർത്ഥന പറഞ്ഞിട്ട് കയറണം. ടോയ്ലറ്റ് പോകുമ്പോഴല്ലേ പ്രാർത്ഥന ഉണ്ട്, ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും രക്ഷ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ടോയ്ലറ്റ് കിടക്കണം. എന്തങ്ങനെ? ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കളയണ സ്ഥല, അത് ശൈത്താന്മാർക്ക് ഇഷ്ടാ. അതുകൊണ്ടാണ് സ്കൂളില് ടീച്ചറെ പേര്, മാഷ പേര് ടോയ്ലറ്റിന്റെ ഉള്ളിൽ എഴുതി വെക്കുക. കണ്ടില്ലേ? ശൈത്താന്റെ പണിയാണ്. നല്ല ട്രെയിനിൽ കയറി വെക്കുക, നിങ്ങള് ടോയ്ലറ്റ് കയറി വെക്ക്, അവിടെ വരച്ചിട്ട് നല്ല ഉറപ്പുള്ള മെറ്റീരിയലാ, എന്നാലും ഒരു കമ്പി കൊണ്ട് ആണി ഉണ്ടോ വരച്ചിട്ടെങ്കിലും എഴുതും. രാമൻ പ്ലസ് ഓമന, മുഹമ്മദ് പ്ലസ് ഫാത്തിമ, ജോസഫ് പ്ലസ് ജെസ്സി, ഞാൻ അതിൽ അയക്കേണ്ടിക്കോട്ടെ, ഈ നമ്പറിൽ വിളിക്കുക, തോന്നിയാസ് എഴുതി വെച്ചിരിക്കുക. ടോയ്ലറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഗവൺമെന്റ് ഉണ്ടാക്കിയ പബ്ലിക് ടോയ്ലറ്റാ, പൈസ കൊടുത്ത് കയറുന്ന ടോയ്ലറ്റാ, ഫ്രീ കയറുന്ന ടോയ്ലറ്റാ, അവിടെ ഗവൺമെന്റ് വൃത്തികേടാക്കരുത്, ആവശ്യം ഉപയോഗം കഴിഞ്ഞാൽ നല്ല വെള്ളം ഒഴിക്കണം. അവിടെ ഇരുന്നാലോചിക്കുക, അതിലേത് അക്ഷരം കളഞ്ഞാലാ ഇത് ഉഷാറാവുക, ചിരിക്കുക. ഇതാ ശൈത്താന്റെ പണി. അതുകൊണ്ട് അവിടേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, എല്ലാ പിശാചിൽ നിന്ന് രക്ഷ കൊണ്ട് അല്ലാഹ് പ്രാർത്ഥിച്ചിട്ട് കയറണം. ഇന്റെ ചോദ്യം എന്താ അറിയോ? ഇതൊക്കെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വഫാത്തായി മരണപ്പെട്ട് അവിടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിനുള്ളിൽ ആ മയ്യത്ത്, ആ ശരീരം, ആ പൂമേനി, ആ ശരീരം അവിടെ വെക്കുന്നതിന് മുമ്പ് സഹാബത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോ ഒരു സഹാബി, 1,00,000-ലധികം സഹാബി ഉണ്ടായിട്ട് രണ്ടാള് വേണ്ട, ഒരൊറ്റ സഹാബി തർക്കിക്കണ്ട, നമ്മൾ ചർച്ച നിർത്താം, നമുക്ക് നബിയോട് ചോദിക്കാമെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ ആധികാരികമായ ചരിത്രത്തിലോ ഗ്രന്ഥങ്ങളിലോ പ്രമാണങ്ങളിലോ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത്ര ശുദ്ധമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. എന്നാ നബിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രാർത്ഥിക്കണത്? നബിയുടെ മേൽ സ്വലാത്ത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആത്തി മുഹമ്മദനിൽ വസീല. അൽ വസീല എന്നത് സ്വർഗത്തിൽ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന പദവിയാണ്. ആ പദവി നബിക്ക് കൊടുക്കണേ അല്ലാ. എല്ലാ ബാങ്ക് കഴിഞ്ഞാലും മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുക. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാ, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, ധാരാളം സ്വലാത്ത് ചൊല്ലണം. ആരും കേൾക്കണ്ട, നിങ്ങൾ ചൊല്ലിയാൽ മതി. ഞാനിപ്പോ ഈ സംസാരത്തിൽ എത്രയോ തവണ മുത്തുനബിയുടെ പേര് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി ചുരുക്കി സ്വലാത്ത് പറഞ്ഞില്ലേ? നിങ്ങൾ എത്രയോ വാഹനത്തിൽ ഓടുന്നവരാണ്, ട്രെയിനിലിരിക്കുന്നവരാ, ഫ്ലൈറ്റിലിരിക്കുന്നവരാ, കൂലിപ്പണിക്ക് പോകുന്നു, റിക്ഷ ഓടിക്കുന്നു, കച്ചവടം നടത്തുന്നു. ഒഴിവുള്ള സമയത്തൊക്കെ നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, വലിയ പ്രതിഫലം കിട്ടും. പക്ഷെ നമ്മളൊരു സ്വലാത്തിന്റെ ആളായി അറിയാനുള്ള കേട്ടോ, വേറെ ജഗപൊകൊന്നും വേണ്ട, നമ്മൾ കൂലി കിട്ടാൻ ആഗ്രഹിച്ച് ചൊല്ലുക. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? അത് ഉള്ള സ്വലാത്ത് നമ്മൾ ചൊല്ലുക. ഖുർആൻ പറഞ്ഞതാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും മുഹമ്മദ് നബിയുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ. ഖുർആൻ പറഞ്ഞതാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോ
ആ മുത്തുനബിയുടെ തിരുനാവ് കൊണ്ട് ഓതിത്തന്ന ആയത്തിൽ പറഞ്ഞത് അള്ളാഹു പറഞ്ഞ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയില്ല, ഖുർആനിൽ ഒരിക്കലും കളവുണ്ടാവില്ല, ഖുർആനിൽ തെറ്റില്ല, ഖുർആനിൽ അശാസ്ത്രീയ പ്രയോഗമില്ല. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവര്, നിങ്ങൾക്ക് വേണോ ഖുർആന്റെ കോപ്പി? മലയാളം വേണോ, ഇംഗ്ലീഷ് വേണോ, അതിന്റെ പരിഭാഷ തമിഴ് വേണോ, കന്നഡ വേണോ? നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം, സംഘാടകരോട് ചോദിച്ചാൽ കിട്ടും. എന്നിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തിൽ ഫാത്തിഹ, 2 ബഖറ, 3 ആൽ ഇംറാൻ, 4 നിസാ, 5 മാഇദ, അൻആം, അഅറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, അങ്ങനെ 114 വരെയുള്ള സൂറത്തുകൾ സമയം കിട്ടുമ്പോൾ പതുക്കെ ഒന്നിങ്ങനെ വായിച്ചു നോക്കുക. ഒരു തെറ്റ് വെല്ലുവിളിക്കുന്നു ലോകത്തെ. ഞാനല്ല, ഖുർആൻ. ഞാൻ വെല്ലുവിളിക്കല്ല, ഖുർആൻ വെല്ലുവിളിക്കുക. ഒരു തെറ്റ് ഒരാൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റൂല. 1400 വർഷം മുമ്പ് മുഹമ്മദ് നബിയെ ഖുർആൻ ഓതി തരികയാണ്. തേനീച്ച, സുബ്ഹാനല്ലാഹ്, എത്ര ചെറിയൊരു ഈച്ചയാണ്. ആ തേനീച്ച പെൺ തേനീച്ചയാണോ കൂടുണ്ടാക്കുക? പെൺ തേനീച്ചയാണോ തേന് ശേഖരിക്കാൻ പോവുക? നമുക്കറിയായിരുന്നോ? ഇല്ല. സയൻസ് പ്രാണി ലോകത്തെ കുറിച്ചുള്ള വലിയ വിദഗ്ധന്മാർ പഠിച്ചിട്ട് പറഞ്ഞു, പെൺ തേനീച്ചയാണ് തേൻ അന്വേഷിച്ച് പോവുക, പെൺ തേനീച്ചയാണ് കൂട് കെട്ടുക, ആൺ തേനീച്ചകൾ തേന് ശേഖരിക്കാൻ പോവില്ല. ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബി പ്രയോഗത്തിൽ ആണിനോട് എഴുന്നേൽക്കാൻ ഖും എന്നാ പറയാ, പെണ്ണിനോട് എഴുന്നേൽക്കാൻ ഖൂമി എന്നാ പറയാ. ആണിനോട് കഴിക്കാൻ കുൽ എന്നാണ് പറയാ, പെണ്ണിനോട് കഴിക്കണമെങ്കിൽ കുലി എന്നാണ് പറയാ. തേനീച്ചയെ പറ്റി ഖുർആൻ സംസാരിക്കുമ്പോൾ അവിടെ ഫീമെയിലിനോട് സംസാരിക്കുന്നത് പോലെയാണ് കൂട് കെട്ടുന്ന വിഷയം പറഞ്ഞത്, തേന് ശേഖരിക്കുന്ന വിഷയം പറഞ്ഞത്. അപ്പൊ പെൺ തേനീച്ചയാണ് കൂട് കെട്ടുക, പെൺ തേനീച്ചയാണ് തേന് ശേഖരിക്കാൻ പോവുക. 1400 വർഷം മുമ്പ് പറഞ്ഞതാ. ഇത്ര മൈന്യൂട്ട് കാര്യം നിങ്ങൾ പരിശോധിച്ചോ, ഖുർആനിൽ തെറ്റില്ല. ആ ഖുർആനിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാ, റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന എന്ന പ്രാർത്ഥനയല്ലേ ഉണ്ട്, റബ്ബന ഹബിലന മിൻ അസ്വാജിന എന്ന പ്രാർത്ഥനയല്ലേ, റബ്ബി ഇശ്റഹ് ലി എന്ന പ്രാർത്ഥനയല്ലേ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന പ്രാർത്ഥനയല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയല്ലേ. 100 കണക്കിന് പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഇനി എൻ്റെ ചോദ്യം എന്താ അറിയോ? ഒരു പ്രാർത്ഥന നിങ്ങൾ ചോദിച്ചോ, അന്വേഷിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് അന്വേഷിച്ചോ, ഖുർആനിലെ 100 കണക്കിന് പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന മുഹമ്മദ് നബിയോടുണ്ടോ, ഇബ്രാഹിം നബിയോടുണ്ടോ, ഇസ്മായിൽ നബിയോടുണ്ടോ, യാക്കൂബ് നബിയോടുണ്ടോ, മൂസാ നബിയോടുണ്ടോ, ദാവൂദ് നബിയോടുണ്ടോ? ആരോടുമില്ല. ഒരൊറ്റ നബിമാരോടുമില്ല. എല്ലാം അല്ലാഹുവിനോട്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബി, എൻ്റെ റബ്ബേ. ഹദീസിൽ നോക്കിയാൽ ഇഷ്ടം പോലെ അല്ലാഹുമ്മ, അല്ലാഹുവേ. ഇനി ഖുർആനിൽ വേണ്ട, നമ്മളൊക്കെ പഠിക്കണ ഹദീസിൽ കിടക്കാൻ നേരത്ത് അതിലിഞ്ഞിപ്പോൾ മുജാഹിദ്, സുന്നി, ജമാഅത്ത്, തബ്ലീഗ് ഇതൊക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. നമ്മളോട് എന്താ പറഞ്ഞ് കിടക്കുമ്പോൾ 2 കൈകൾ ചേർത്ത് വെക്കുക, ജമഅ കഫൈഹി, 2 കൈകളും ചേർത്ത് വെക്കുക, സുമ്മ നഫസ ഫീഹിമ, 2 കൈകളിലേക്കും ഊതുക, ഫഖറഅ, എന്നിട്ട് ഓതുക. എന്താ ഓതേണ്ടത്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകളും ഓതുക. എന്നിട്ട് തല തടവുക, ശരീരത്തിനോടത്തൊക്കെ തടവുക. പിന്നെ ആയത്തിൽ കുർസി ഓതുന്ന റിപ്പോർട്ടുണ്ട്, ഫാത്തിഹ ഓതുന്ന റിപ്പോർട്ടുണ്ട്. ശരി, അതൊക്കെ ഓതിയിട്ട് ശരീരം തടവുക. എവിടെ? കൈയെത്തുന്ന സ്ഥലത്തൊക്കെ തടവുക. വലതുഭാഗത്തേക്ക് ചെരിയുക, കൈ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുക. കിടക്കുമ്പോൾ പറയുക അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുമ്മ, അല്ലാഹുവേ. ഇബ്രാഹിം നബിയെന്നല്ല, ഇസ്മായിൽ നബിയെന്നല്ല, മുഹമ്മദ് നബിയെന്നല്ല, യേശു ക്രിസ്തുവേന്നല്ല, പിന്നെ അല്ലാഹുമ്മ, അല്ലാഹുവേ. കണ്ടോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിസ്മിക, നിന്റെ നാമത്തിലാണ്, അമൂതു, ഈ ഉറക്കത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മരണം, ഇനി അപ്പം എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ലല്ലോ അല്ലാ, അതുകൊണ്ട് ഞാൻ ഈ ഉറക്കത്തിലെങ്ങാനും മരിച്ചാൽ നിന്റെ നാമത്തിലായി എൻ്റെ മരണത്തെ കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിസ്മിക അമൂതു വഅഹ്യാ. ഇനി ഉറക്കത്തിന് രണ്ടാമതും എനിക്ക് നീ ജീവിക്കാൻ അവസരം തരികയാണെങ്കിൽ എൻ്റെ ജീവിതവും നിന്റെ നാമത്തിലാണ് അല്ലാ. ഒരു റിപ്പോർട്ട്. ഇനിയോ ഇഷ്ടം പോലെ പ്രാർത്ഥന കിടക്കാൻ നേരത്ത്. ബിസ്മിക റബ്ബി വലഅതു ജംബി. സമയമില്ല, പ്രാർത്ഥനയല്ലേ, ഇഷ്ടം പോലെ ദുആ, എല്ലാം അല്ലാഹുവിനോട്. ഇനി ഉറക്കത്തുനിന്ന് 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് നെട്ടി ഉണർന്നു, അല്ല നമ്മൾ എണീറ്റു, നമ്മൾ അലാറം വെച്ച് എണീറ്റു, അപ്പൊ പറയേണ്ട എന്താ? എപ്പോഴാണ് ഉണർന്നത്? രാവിലെ എന്നല്ല, എപ്പോഴാണ് ഉറക്കത്തുനിന്ന് ഉണർന്നത്? അപ്പൊ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ
വഇലൈഹിൻ നുശൂർ. ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ എണീപ്പിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹനോടാ, നബിയോടല്ല. അല്ലാന്ന് അല്ലാഹനോടേ സ്തുതിക്കണത് അല്ലാഹനെ. ഫാത്തിഹ സൂറത്ത് ഓതുക, അഊദു ബിസ്മി ഓതി കഴിഞ്ഞാൽ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനാണ് സ്തുതി. അവൻ അർറഹ്മാനാണ്, കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. പോരാ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. എന്റെ കൈ ഇങ്ങനെ കെട്ടി നിന്നിട്ട് നെഞ്ചത്തോ തായോ അതൊക്കെ വേറെ വിഷയം, അതൊക്കെ നിൽക്കട്ടെ. എന്താ പറയണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. എന്നിട്ട് നമ്മുടെ വാപ്പ റൂമിൽ നിന്ന് നിസ്കരിച്ച് സുന്നത്ത് മുസല്ല മടക്കി അലമാരമൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ, നമ്മുടെ ഉമ്മ നിസ്കരിച്ച് മുസല്ല ഇങ്ങനെ മടക്കി അലമാരൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കാലൊന്ന് വയ്ക്കിയാൽ മമ്പർത്ത തങ്ങളെ എൻ്റെ കാല്. ഇപ്പൊ നിസ്കാരത്തിൽ ചൊല്ലിയതോ? ഇപ്പൊ നിസ്കാരത്തിൽ ചൊല്ലിയ പ്രതിജ്ഞയെ ചിന്തിക്കാനാ പറയണത്. ഇതിൽ വാശിയൊന്നുമില്ല, ശരിക്കും ആലോചിച്ചോളി. ഇത് നമ്മളെ പരലോകമുള്ള തട്ടുന്ന വിഷയമാണ്. എന്താ നമ്മൾ പറഞ്ഞത്? കൈയ്യട്ടിയിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. അതിന് പണ്ഡിതന്മാരെന്താ പറഞ്ഞു കൊടുക്കലറിയോ? ഈ സഹായതേട്ടം തന്നെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കണ ഒരു കാക്കാനെ, ഒരു കാക്ക ഒരു 20 ഉറുപ്യ തരി, അതൊരു സഹായം ചോദിക്കലല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പറ്റും. അത് ജീവിച്ചിരിക്കണ ഒരാളോടാണ് ഞാൻ ചോദിക്കണത്. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ഒരാളോട് ചോദിക്കുക, അത് സഹായമാണ്. അതൊക്കെ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായതേട്ടാണ്, അതിലൊന്നും തർക്കമല്ല. അതൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള തേട്ടാണ്. എന്നാൽ ഞാൻ ഈ നിൽക്കുന്ന മനുഷ്യന്, ഈ ഇരിക്കുന്ന ആള് മരിച്ചു, എൻ്റെ അടുത്ത് പൈസ ഇല്ല, അയാൾ ജീവിച്ചെടുക്കാൻ പറ്റും, എനിക്ക് ഇടക്കിടക്കൊക്കെ പൈസ ഒന്ന് സഹായിക്കലുണ്ട്. ഞാൻ അയാൾ മരിച്ചതിന് ശേഷം അയാളെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട്, കേട്ടോ മുസാക്ക ഒരു രക്ഷയില്ല കേട്ടോ, ഒരു 1000 ഉറുപ്യ വേണമെന്ന് പറഞ്ഞാലോ പ്രശ്നമാണ്, വേഗം കൊണ്ടുപോകണം ആശുപത്രിക്ക്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, സാധാരണ കോമൺ സെൻസ് മതി. സാധാരണ കോമൺ സെൻസ് മതി. അങ്ങനെ ചോദിക്കാൻ അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിക്കണില്ല. നമ്മളെ ദീൻ അങ്ങനെ പഠിപ്പിക്കണില്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത്. പകൽ എത്ര ദുആ ഉണ്ട് പ്രിയപ്പെട്ടവര്. ഇനി ഉറക്കത്തുനിന്ന് ഉണർന്നു, ഇനി ടോയ്ലറ്റ് കിടക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പൊ പ്രാർത്ഥന ഇല്ലേ? ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുക, സുബഹിസ്കരിക്കാൻ ഇറങ്ങുക, യാത്ര പോവുക. അപ്പൊ എന്താ പറയണ്ടത്? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാ, അള്ളാന്റെ നാമത്തിൽ. റബ്ബിൽ ഞാനിതാ ബരമേൽപ്പിക്കുന്നു. പടച്ചോനെ, ഞാൻ പോവാണ്, ലക്ഷ്യം വെച്ചിറങ്ങാണ്, എന്നെ നീ സഹായിക്കണേ അല്ലാ. എല്ലാ കഴിവും കാര്യവും റബ്ബെ നിന്റെ അടുക്കൽ നിന്നല്ലാതെ ഇല്ല എന്ന് റബ്ബിൽ തവക്കുൽ ചെയ്ത് അള്ളാന്റെ നാമം ഉച്ചരിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. വാഹനത്തിൽ കയറുമ്പോ ആരോടാ? ഏതെങ്കിലും നബിയോടാണോ? അല്ല, അല്ലാന്ന് അള്ളഹാനോടാണ്. പള്ളി കയറുമ്പോൾ അള്ളഹാനോട്, ടോയ്ലറ്റ് കയറുമ്പോൾ അള്ളഹാനോട്. ഒരു പ്രാർത്ഥന ഈ നാട്ടിലെ എൻ്റെ ചെറുപ്പക്കാര് നിങ്ങൾ ചോദിച്ച് പഠിക്ക് കേട്ടോ. ഞങ്ങളാരും കുറ്റപ്പെടുത്താനല്ല, ശരിക്ക് ചിന്തിച്ചോ, ചോദിച്ച് പഠിക്ക്, അന്വേഷിച്ച് പഠിക്ക്. ഒരു ദുആഇന്റെ മുഴുവൻ വേണ്ട, ഒരു വാചകം മുഴുവൻ വേണ്ട, ഒരു വാക്ക്. ആയിരക്കണക്കിന് പ്രാർത്ഥന, ദിക്ർ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി, അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, എല്ലാ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച ആയിരക്കണക്കിന് ഹദീസുകളുള്ള ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ തപ്പിയിട്ട് നിങ്ങൾ മുജാഹിദിന്റെ ഗ്രന്ഥം തപ്പണ്ട, ആ മുമ്പേ ഉള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ തപ്പിയിട്ട് ഒരു പ്രാർത്ഥനയുടെ അരക്കഷ്ണം അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും നബിയോട്, ഏതെങ്കിലും ഒരു വലിയനോട്, ഏതെങ്കിലും ഒരു മഹാവ്യക്തിത്വത്തോട് ഇസ്ലാമിന്റെ ആധികാരികമായ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾ വിളിക്കാൻ റെഡിയാ. ഇല്ല, 101% ഉറപ്പിച്ചു പറയുന്നു, ഇല്ല, കിട്ടുകയില്ല. എവിടെ തപ്പിയാലും കിട്ടൂല. അതാ തൗഹീദിന്റെ മർമ്മം. ശരിക്കും നമ്മളത് പഠിച്ച വിഷയം തീരും. എന്നിട്ട് അള്ളാഹു പറയാണ് ഇത്രയും സൗകര്യം. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുക, നമ്മളെ വീട്ടിൽ നമ്മളെ വൈഫ് ഉണ്ടാക്കി വെച്ച ചൂടുവെള്ളം, കളയേണ്ട ഒരു വെള്ളം പുറത്തേക്ക് കളഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിൽ വീണു, നമ്മൾ പൊള്ളി, ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, ഹോസ്പിറ്റലിൽ പോകണം, നമ്മൾ ക്ഷമിച്ചു. അവൾ കരുതിക്കൂട്ടി വെച്ചതല്ല, പുറത്തേക്ക് ഒഴിച്ചപ്പോൾ നമ്മളെ മേലെയായി. നമ്മൾ ആ പുതിയ ഷർട്ട് വാങ്ങി അത് നമ്മൾ അയൺ ചെയ്യാൻ കൊടുത്തു, ആ ഷർട്ട് കത്തിപ്പോയി, നമ്മൾ ക്ഷമിക്കും. ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും, പക്ഷെ ക്ഷമിക്കണം. അതാ മനുഷ്യനോട് പറഞ്ഞ്. എന്നാൽ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുക, അപ്പൊ നമ്മളെ ബെഡ്റൂമിൽ വേറൊരു പുരുഷനുണ്ട്. അപ്പോൾ
അതൊന്നും സാരല്ല. പിന്നെ ഓനെന്തിനാ പറ്റിയ? പിന്നെ ഓൻ മീശം വെച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അതൊന്നും സാരല്ല. ഇതൊരു ലിബറൽ ലോക. ഗവൺമെന്റ് വരെ പറയുന്നുണ്ട്, കല്യാണം കഴിച്ച ഒരു പെണ്ണിന് വേറൊരു പുരുഷനോടാണ് ഇഷ്ടമെങ്കിൽ അതൊന്നും തടുക്കവിടെ നിയമല്ല എന്ന് പറയുന്ന കാല. അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമില്ല എന്നൊരു പുരുഷൻ പറഞ്ഞാൽ പിന്നെ നട്ടലിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റെങ്കിലും എനക്കുണ്ടോന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? നട്ടല് മുഴുവൻ വേണ്ട, ഒരു ഫോട്ടോസ്റ്റാറ്റെങ്കിലും ചോദിക്കേണ്ടി വരൂലേ? അള്ളാഹു നമ്മളോട് പറഞ്ഞ എന്താ അറിയോ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തോ, കള്ളുടിച്ചു പോയോ, നിങ്ങളത് നിർത്ത്, തെറ്റാന്ന് മനസ്സിലാക്ക്, എന്നിട്ട് ഒഴിവാക്ക്. എന്നിട്ട് അള്ളഹാനോട് എന്നോട് പറ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹ് പറയണേ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. സർവശക്തനായ അള്ളയാണ് പറയണത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ചില ആളുകള് എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ അഹങ്കാരം കാണിക്കും, കിബിർ കാണിക്കും. ഓല പര്യവസാനം എന്താ അറിയോ? അവര് കത്തി ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിച്ച് എരിയും. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. അതല്ല പൊറുക്കൂല, കാരണം എന്താ അറിയോ? പടച്ചോൻ തന്നതായി ജീവൻ, അവനാ നമ്മളെ മരിപ്പിക്കണത്. അവൻ തന്നതാ കൈ, അവൻ തന്നതാ കാല്, അവൻ തന്നതാ കണ്ണ്, അവൻ തന്നതാ മൂക്ക്, മൂക്കിനുള്ളിലെ രോമം അവൻ തന്നത്, വെറുതെ തന്നതല്ല. അത് ബാർബർ ഷാപ്പിൽ പോയിട്ട് ഫുള്ള് വെട്ടിക്കളയാൻ പാടില്ല. മൂക്കിനുള്ളിൽ രോമം വേണം. പുറത്തേക്കൊക്കെ വന്നാൽ വെട്ടിക്കളയാ, അതിന്റെ ഉള്ളിൽ കത്തിരിക്കെട്ട് മുഴുവൻ കളയണ്ട. അത് പടച്ചോൻ ആവശ്യത്തിന് കൊടുത്തതാ. മനസ്സിലായില്ലേ? അത് അള്ളാഹ് ആവശ്യത്തിന് കൊടുത്തതാണ്. പുരുഷന്റെ മീശ വെട്ടി ഒതുക്കണം, താടി അവന് വളർത്താം. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാ. മുടിയവൻ നല്ല വൃത്തിയിൽ വെട്ടി ഒതുക്കണം, നഖം മുറിക്കണം. പറഞ്ഞിട്ടില്ലേ? എന്താ പറയാത്തത്? ചെരുപ്പണിയുമ്പോ വലത്തേക്കാൽ ആദ്യം അണിയണം, അടിക്കുമ്പോ ഇടത്തേക്കാലം ആദ്യം അടിക്കണം. എന്താ നിയമമില്ലാത്തത്? ഇതൊക്കെ പഠിപ്പിച്ച റബ്ബ് മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ തെറ്റ് പറ്റും, പല മേഖലയിലും തെറ്റ് സംഭവിക്കാം. അല്ലാഹ് പറയാ, കടലിലെ നുരയോളം തെറ്റ് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറുക്കും. പടച്ചോൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, എന്റെ മുന്നിലേക്ക് ഒരു അടിമ കൈനീട്ടിയത് അത് ശൂന്യമാക്കി മടക്കാൻ, സിഫർ എന്നാണ് പ്രയോഗിച്ചത്, ശൂന്യമാക്കി മടക്കാൻ അള്ളാഹ്ക്ക് നാണമാണ്. പടച്ചോനോട് കരഞ്ഞു ചോദിച്ചാല് കൊടുക്കാതിരിക്കാൻ അള്ളാഹുവിന് നാണക്കേടാ. ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ച നബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ. പടച്ചോന് നാണമാണ് സിഫറാക്കി മടക്കാൻ. എന്നാൽ അതേ റബ്ബ് പറയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ അല്ലാഹു പൊറുക്കൂല, ബാക്കി എന്തും അല്ലാഹു പൊറുത്തേക്കാം, പക്ഷെ ശിർക്ക് പൊറുക്കൂല. അത് ബഹുദൈവ വിശ്വാസമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ സ്രട്ടാവേ ഉള്ളൂ, ഒരൊറ്റ സ്രട്ടാവ്. രണ്ടെണ്ണണ്ടെങ്കിൽ കൂട്ടിമുട്ടും, പ്രശ്നമാണ്. സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് ദിശ മാറ്റേണ്ടി വരും. ഒരു സ്രട്ടാവ് അവിടുന്ന് പറയും, ഒരു സ്രട്ടാവ് ഇവിടുന്ന് പറയും, പ്രശ്നമാണ്. ഒരൊറ്റ സ്രട്ടാവ് ആ ലോകത്തിനുള്ളത്. അതിന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ മഹാശക്തി, അവനെ മാത്രം ആരാധിക്കണം, അവന്റെ മുമ്പിലാണ് വണങ്ങേണ്ടത്. അത് നിങ്ങൾ എന്ത് ന്യായവും, പ്രിയപ്പെട്ടവരെ, ദുർന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കരുത്. ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്യണം. ഈ നാട്ടിലെ മനുഷ്യരോട്, ഈ ബിഡാത്തിയിലെ മനുഷ്യരോട് പറയാ, ഈ നാട്ടിലെ അടുത്ത് പള്ളിയില്ലേ, ഖബർസ്ഥാനില്ലേ, അവിടെ പോവുക, ഖബർ സന്ദർശിക്കുക. എന്നിട്ട് ഖബറാളിക്ക് വേണ്ടി, മരിച്ചടക്കണ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഭാര്യക്ക് വേണ്ടി ദുആ ചെയ്യുക. പോരാ, നമ്മുടെ മനസ്സിലേക്ക് ഖബറിനെ കുറിച്ച് ആലോചന കൊണ്ടുവരിക. നമുക്ക് മരണബോധം ഇങ്ങനെ വരും, നമുക്ക് പരലോകബോധം വരും. എന്നിട്ട് നമ്മൾ, അതിനാണ് ഖബർ സിയാറത്ത്. അതിന് നിങ്ങൾ പല നാട്ടിലും സംഭവിക്കണം എന്താ അറിയോ? ഖബർ കെട്ടിപ്പൊക്കി പടുത്ത്, ഇഷ്ടിക കൊണ്ട്, കല്ലുകൊണ്ട്, ഹോളോ ബ്രിക്ക് കൊണ്ട് പടുത്ത് തേച്ച്, അതിൻ്റെ മേലെ സിമന്റ് പൂശി, അതിൻ്റെ മേലെ പച്ച പുതപ്പെട്ട് എന്തോ ഒരു സംഭവമാക്കി വെച്ച്, ഇന്ന് ദുനിയാവിൽ അള്ളാന്റെ മുമ്പിൽ കരയാത്ത മനുഷ്യൻ അതിൻ്റെ മുമ്പ് പോയി കൈ ഇങ്ങനെ വെച്ച് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് ഖബറാളിയോട് പറയുന്ന ദയനീയ രംഗം.
ഒരു തെളിവിൻ്റെ മൈന്യൂട്ട് പോയിന്റ് പോലും ഇസ്ലാമിക ലോകത്ത് അതിനില്ല. ഖബർ സിയാറത്തിന് തെളിവുണ്ട്. റസൂല് പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് 2-3 ഹദീസ് കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ സമയമായി അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, അയ്യുജസ്സൽ ഖബറു, ഖബർ നിങ്ങൾ കുമ്മായം അടിക്കരുത് കേട്ടോ. കേട്ടോളിട്ടോ, ഈ നാട്ടിലെ ബിഡാത്തിയിലെ ചെറുപ്പക്കാരെ നിങ്ങൾ ചോദിച്ചോളി. ഷിയാബടക്കരയുടെ ഒരു സംസാരം കേട്ടു, പതുക്കല്ല സംസാര. അതിൽ ഉസ്താദെ ഇങ്ങനെ കേട്ടു, ശരിയാണോ? അന്വേഷിക്കി പഠിക്ക്. സത്യമാണെങ്കിൽ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ പോട്ടെ. എന്താ? ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായം അടിക്കരുത്, ഖബറിന്റെ മേലെ സിമന്റ് പൂശരുത്. ഹദീസാ ഞാൻ പറഞ്ഞത് കേട്ടോ. വല്ല മൊബൈലിലൊക്കെ പിടിച്ചിട്ട് കേട്ടിട്ട് മെല്ലെ കൊണ്ടുപോയി ചോദിച്ചു നോക്കി. നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, അയ്യുജസ്സൽ ഖബറു, ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായം അടിക്കരുത്, ഖബറിന്റെ മേലെ സിമന്റ് പൂശരുത്. ചില സ്ഥലത്ത് ഖബർ നിൽക്കൂല, മണലായിരിക്കും. അപ്പൊ ഖബറിന്റെ സൈഡ് കെട്ടേണ്ടി വരും ഉള്ളില്. അതൊന്നും ഇവിടെ ചർച്ചയില്ല. മുകളിലേക്ക് കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചായി ചർച്ച. പിന്നെ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എടുപ്പുണ്ടാക്കരുത്. റസൂലുള്ളാഹി പറയണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളാ പറയുന്നത്, ഖബറിന്റെ മേലെ നിങ്ങൾ എടുപ്പുണ്ടാക്കരുത്. പിന്നെ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ ഇരിക്കരുത്. അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ഇവിടെ കാര്യമായിട്ട് നിസ്കാരം വരെയല്ലാത്ത ചെറുപ്പക്കാര് ഉമ്മ മരിച്ചാൽ ആദ്യം നോക്കെന്താ അറിയോ? ഒരു 756 എഴുതിയ സ്ലാബിന്റെ കഷ്ണം കിട്ടുമോ? നിസ്കരിക്കലൊന്നും വരേണ്ടാവില്ല. കാരണം അതെങ്ങാനും പോയ ബർക്കത്ത് പോയി എന്നുള്ള നിലക്കാ. ഒരു ചന്ദ്രക്കലിയും ഒരു 756 പിന്നെ നല്ലൊരു മാർബിളിന്റെ കഷ്ണം, അത് വാങ്ങിയിട്ട് മരിച്ചമ്മാന്റെ പേര്, ഡേറ്റ്, ജനന ഡേറ്റ്, മരിച്ച ഡേറ്റ് ഒക്കെ എഴുതിയിട്ട് ഖബറിന്റെ തലക്കമ്പുറത്ത് കൊണ്ടുവച്ച് ആ പേടിയിൽ 4-5 ദിവസമൊക്കെ നിസ്കരിക്കാനൊക്കെ പള്ളിയിലുണ്ടായിനി. പിന്നെ ഓന്റെ പാട്ടായി. അത് നഷ്ടപ്പെട്ട എന്തോ കുറഞ്ഞു പോയി എന്നുള്ള നിലക്കാ. എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദിയിൽ മദീനത്ത് പോയപ്പോ ഏതേലും ഖബറിന്റെ മേലെ പേരെഴുതി വെച്ചാണ്ടോ? അല്ലാണ്ട് റസൂൽ ജീവിച്ച നാടല്ലേ, വഫാത്തായ നാടല്ലേ മദീനത്ത്, മക്കത്ത് ഏതെങ്കിലും ഒരു ഖബറിന്റെ മേലെ ഒരു മാർബിൾ വെച്ചിട്ട് ഫാത്തിമ ജനന ഡേറ്റ്, മരണ ഡേറ്റ്, അബ്ദുള്ള ജനന ഡേറ്റ്, മരണ ഡേറ്റ് എഴുതി വെച്ചോ? ഇല്ല, ഇല്ലാന്ന്. എന്താ വെക്കാത്തത്? റസൂലുള്ള പറഞ്ഞാണ് എഴുതരുത് എന്ന്. അപ്പൊ ഈ ഹദീസിൽ 4 കാര്യം നിരോധിച്ചു. ഈ നിരോധിച്ച 4 കാര്യം ചെയ്യാത്തവരാണ് സലഫികൾ. ഞങ്ങൾ ചെയ്യൂല. 2002 സെപ്റ്റംബറിൽ എൻ്റെ ഒപ്പം മരിച്ചു. കുറെ വർഷമായി. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. എൻ്റെ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് കൊണ്ടിട്ട് നല്ലൊരു മാർബിളിൽ കൊത്തുപണി എടുത്ത് വെക്കാൻ ഞങ്ങളടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാ? അല്ല, വെക്കാൻ പാടില്ല, വെക്കൂല. വാപ്പാനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ ഒപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ഞാൻ പോവും. കരഞ്ഞ അള്ളഹാനോട് പറയും, പടച്ചോനെ കഷ്ടപ്പെട്ട് വളർത്തിയത് എൻ്റെ ഒപ്പന്നെ, പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ, ബാപ്പാനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഞങ്ങളെയും പ്രവേശിപ്പിക്കണേ അല്ലാ. പ്രാർത്ഥിക്കും അല്ലാനോട്. പിന്നെ തൊട്ടടുത്ത് കുത്തിയിട്ട ഖബറുണ്ട്, പാറുള്ള സ്ഥല ഞങ്ങളെ മഹലിൽ. അതുകൊണ്ട് ആ പാറയിൽ കുറച്ച് ദിവസം മുമ്പേ 5-6 ഖബർ റെഡിയാക്കി വെക്കും. അതിലേക്കൊക്കെ ഒന്നിങ്ങനെ നോക്കും. പടച്ചോനെ, നല്ല റൂമിൽ കിടക്കാണ് നമ്മൾ, 12 ബെഡ്റൂമിൽ. ചെറിയൊരു ചൂട് വന്നപ്പോൾ തന്നെ AC ഒക്കെ വെച്ച് കിടന്നുറങ്ങുക. പടച്ചോനെ, ഈ ഇതിൽ വന്ന് കിടക്കണല്ലോ. 3 ഏക്കർ 2 ഏക്കർ 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിട്ടും ഖബർ കുടിസായിട്ട് ആളുണ്ടാക്കിയത് റബ്ബേ. ഇതിൽ ചെരിച്ച് കിടത്തുമല്ലോ നാഥാ. പടച്ചോനെ, മൂട് കല്ല് വെക്കുമല്ലോ റബ്ബേ. അതുകൊണ്ട് അല്ലാ, ഈ ഖബറിൽ കിടത്തുമ്പോൾ നീ ഖബറിനെ കുടിസപ്പെടുത്താതെ വിശാലത കൊണ്ട റബ്ബേ. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ. ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് നാട്ടിലുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോവും, പ്രാർത്ഥിക്കും അള്ളഹാനോട്. എൻ്റെ ഉപ്പാക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഗിഫ്റ്റാണത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. സിയാറത്ത് ചെയ്യാൻ പറഞ്ഞ എന്തിനാറിയോ? നമുക്ക് മരണബോധം ഉണ്ടാവാനാ, നമുക്ക് പരലോകബോധം ഉണ്ടാകാനാ. എന്നാൽ നമ്മള് മമ്പറത്തിൽ നടക്കണ ഒരു നേർച്ചക്ക് പോയി, വേണ്ട യാഹൂദങ്ങളെ നേർച്ചക്ക് പോയി, പട്ടാമ്പി നേർച്ചക്ക് പോയി, അപ്പവാണിപ നേർച്ചക്ക് പോയി, ചേറ്റുവ നേർച്ചക്ക് പോയി, ഭീമാ പള്ളി ഉറൂസിന് പോയി. ഇതൊക്കെ സിയാറത്താണല്ലോ. തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും ചർച്ച? ബാപ്പി ഉമ്മി മക്കളൊക്കെ. +2 കാരൻ പറയും, നഷ്ടമായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ മരണക്കറിൽ 4 കാറും 5 ബൈക്കും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ആകെ 2 കാറേ ഉള്ളൂ.
കാരണം എന്താ അറിയോ, സിയാറത്ത് നടക്കുന്ന സ്ഥലത്ത്, ഉറൂസ് നടക്കുന്ന സ്ഥലത്ത് മരണക്കിണർ, സർക്കസ്, പട്ടിന്റെ കോപ്രായങ്ങള് ഇതൊക്കെ ഉണ്ടായാല് ഇതില് സിയാറത്തിന്റെ ലക്ഷ്യം നടക്കുവോ? ചിന്തിക്കാനാ പറയണത്. നടക്കുവോ? നിങ്ങളെ നാട്ടിലത്തെ ഖബർസ്ഥാനിൽ ചെല്ല്, എന്നിട്ട് ആ ഖബർ ഇങ്ങനെ നോക്ക്, സലാം പറയും ഖബറാളികൾക്ക് സലാം പറയും. സലാം അള്ളാഹു അവരിലേക്ക് എത്തിക്കുമാറാകട്ടെ. എത്തിക്കും. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് എത്തിക്കും. അങ്ങനെ ആ ഖബറിനെ നോക്കി ഖബറാളികൾക്ക് സലാം പറ. ഇത് സിയാറത്താണ്. ആ സിയാറത്ത് നടത്താനാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഇന്റെ വാപ്പാന്റെ ഖബർ തന്നെയാണ് ഇത് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കുറ്റമൊന്നുമില്ല. പക്ഷെ തിരിച്ചറിയും. നമ്മളെ വാപ്പ മരിച്ചു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയാൽ നമുക്ക് ആ ഖബർ മനസ്സിലാവില്ലേ? ഇത് എപ്പോഴാ പോവുക അറിയോ? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് തെരയാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് തെരയാ. എന്നിട്ട് ഏട്ടനോട് ചോദിക്കുക, ഇതന്നെയല്ലേ? എളാപ്പാനോട് ചോദിക്കുക, ഇതന്നെയല്ലേ വാപ്പാന്റെ ഖബർ? ഇടയ്ക്ക് ഖബർസ്ഥാനിലേക്ക് വാ. മുത്തുനബി രാത്രി 12 മണിക്കൊക്കെ എണീക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഖബർസ്ഥാനിൽ പോകും. ആയിഷ ബി പറയാണ്, ഞാൻ വിരിപ്പ് തപ്പുമ്പോൾ നബിയെ കാണാനില്ല, നിലാവെളിച്ചമുള്ള രാത്രിയാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഉള്ളിൽ ഖബർസ്ഥാനിലുണ്ട്. വിങ്ങി വിങ്ങി കരയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ഓർത്തിട്ട്. നമ്മളെ നാട്ടിലത്തെ ഖബർക്ക് ചെടിയും പൊന്തിയും ആ കാട് പിടിച്ചിട്ട് പകലനെ പോകാൻ പറ്റൂല, പിന്നല്ലേ രാത്രി. അതുകൊണ്ട് ഖബർസ്ഥാൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മരണബോധം നമുക്കുണ്ടാകാനുള്ള ഒരു ഇടമാണ്. ഇനി രണ്ടാമത്തെ ഹദീസ് എന്താ അറിയോ? മുത്തുനബി വഫാത്താകുക, റസൂലുള്ള വഫാത്താകുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറയണ എന്താ? അള്ളാഹിനോട് അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി ഈദാ. ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പോയി ചോദിച്ചോളിട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് ചോദിച്ചോളി. നബി വഫാത്താകുന്ന അന്ന്, ലോകത്തിന്ന് വിട പറയുന്ന അന്ന്, സ്വഹാബികൾ വിങ്ങി വിങ്ങി കരഞ്ഞ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം അല്ലാഹുവോട്, അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നീ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ. ചോദിച്ചോക്കി ഉസ്താദന്മാരോട്, അങ്ങനെ ഉണ്ടോ ഹദീസിൽ? റസൂലുള്ള വഫാത്താകുന്ന അന്ന് എന്റെ ഖബറിനെ ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്നും അല്ലാഹ് പ്രാർത്ഥന സ്വീകരിച്ചില്ലേ? മദീനത്ത് ഉത്സവം ഉണ്ടോ? ഖബറുമായി ബന്ധപ്പെട്ട് അഡ്രസ് പോലും ഇല്ലാത്ത ഖബറിന്റെ അടുത്ത ഉത്സവം ഇവിടെ നാട്ടില് ഇല്ലേ? റസൂലുള്ളാന്റെ ഖബർ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനേക്കാൾ വലിയൊരു നേതാവ് നമുക്ക് വേറെ ആരുമില്ല. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് വല്ല ഉറൂസുണ്ടോ? അന്ന് പ്രാർത്ഥിച്ചതാ, പടച്ചോനെ എന്റെ ഖബറിനെ ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, പടച്ചോനെ എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാ. വഫാത്താകുന്നെന്ന് പറയാ. പ്രാർത്ഥന അല്ലാഹ് കേട്ടില്ലേ? അവിടെ നിൽക്കുക പണ്ഡിതന്മാര് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത്, ആയിഷ ബീവിന്റെ വീടിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. പുറത്ത് ഒരു കമ്പി ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ആ കമ്പിന്റെ അപ്പുറത്ത് നിന്ന് സലാം പറയാ, പോവുക. അവിടെ നിന്നിട്ട് വേറെ എന്തെങ്കിലും ചൊല്ലി പറയാൻ നിന്നാൽ അപ്പ പറയും അവിടുത്തെ പണ്ഡിതന്മാര്, യാ ഹാജി റൂഹ്, പൊയ്ക്കോ പറഞ്ഞേക്കോ ഇല്ലേ? അത് അള്ളാഹുവിനോട് അന്ന് നടത്തിയ പ്രാർത്ഥനന്റെ ഉത്തരാ. നബി ആരാധിച്ചു പോകല്ലേ ആരും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരട്ട് സ്നേഹിക്ക്. മുത്തുനബി പറഞ്ഞത് കേൾക്ക്. അപ്പൊ ഖബറിന്റെ മേലെ കുമ്മായടിക്കരുത്, ഖബർ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ ഇരിക്കരുത്, ഖബറിന്റെ മേലെ എഴുതരുത്. ഇതൊക്കെ ഹദീസിൽ വന്നതാ. ഇതൊക്കെ ചോദിച്ചാൽ പറയും അതൊക്കെ ഹദീസിലുണ്ട്. ആ മൂപ്പര് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടതൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ മുമ്പേ വായിച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും സാധാരണക്കാരെ ഖബറിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, മഹത്തുക്കളുടെ ഖബറിനെ കുറിച്ചല്ല. എന്നാ അതെവിടെ ഉള്ളത്? അതാ പറഞ്ഞു കൊടുക്കല്. നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം കൂടി ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഹദീസുണ്ട്, അതൊക്കെ സ്വഹീഹുമാണ്, അതൊക്കെ ഞങ്ങൾ വായിച്ചതാ. നിങ്ങൾ മൂപ്പര് പറഞ്ഞപ്പോൾ കേട്ടു വെച്ച് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നാ വിചാരിച്ച്. അതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും മഹത്തുക്കളുടെ ഖബറിനെ കുറിച്ചല്ല. അപ്പൊ പിന്നെ മുത്തുനബി ലോകത്തിലെ ഏറ്റവും വലിയ മഹാനല്ലേ? എന്റെ സഹാബത്ത് എന്താ കെട്ടിപ്പടുക്കാത്തത്? അതിലും വലിയൊരു മഹാന് വരാനില്ലല്ലോ. അപ്പൊ അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ ഒരു ചില്ലിക്കാശിന്റെ മുടക്കില്ല. അല്ല അല്ലാത്തവരെ ആരാധിക്കുമ്പോൾ ഏത് കെട്ടിപ്പോക്കിയ ഖബറിന്റെ അടുത്തും വരുമാനം ഉണ്ടാവും. ഫ്രീ ആയിട്ട് വന്നിട്ട് പൊയ്ക്കോളി, പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളി എന്ന ഒറ്റ ജാറം ലോകത്തെ കണ്ടെത്താൻ മടിയാകാരം. നമ്മൾ ടോളില്ലേ, ടോള് ഇല്ലേ? പല സ്ഥലത്തും ഇപ്പൊ പുതിയ റോഡിലൊക്കെ ടോൾ ബൂത്തുകൾ
അതുപോലെ കേരളത്തിലെ ജാറം 1 കൊല്ലത്തിന് 2 കൊല്ലത്തിന് വിളിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? വെറുതെ പറയല്ല. കേരളത്തിലെ ചില ജാറങ്ങൾ 1 കൊല്ലം 2 കൊല്ലം നടത്തെടുക്കുക. ഇതെന്താ ബിസിനസ്സാ? കച്ചവട? ചിന്തിക്കാനാ പറയണത്, ആലോചിക്കാനാ പറയണത്. റബ്ബ് നമ്മെ ആലോചിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കുമാറാകട്ടെ. ഇതൊക്കെ പറഞ്ഞത് ആരോടുള്ള വെറുപ്പല്ല. പരലോകത്ത് രക്ഷപ്പെടണം, എനിക്കും രക്ഷപ്പെടണം, നിങ്ങൾക്കും രക്ഷപ്പെടണം. ഹക്കുണ്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇല്ലേ? നിങ്ങൾക്ക് തോന്നണില്ലേ? വേണ്ട. എത്രയോ സംസാരം ഇവിടെ നടന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംസാരമാക്കി നിങ്ങൾ കൂട്ടിക്കോ. പക്ഷെ ചിന്തിക്കണം, ആലോചിക്കണം. ഞാൻ വളരെ സുഖമില്ലായ്മ അനുഭവിച്ച് സുഹൃത്തുക്കളെ, സത്യത്തിൽ നന്നായി തൊണ്ടവേദനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഒരു ഒഴിവുണ്ട്, മറ്റന്നാളെ മുതൽ തുടർച്ചയായി പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമ്മളെല്ലാ സ്ഥലത്തും മറ്റന്നാളൊക്കെ പോകേണ്ട സ്ഥലം 100-300 കിലോമീറ്റർ ദൂരാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഭൗതികമായ ലാഭം ആഗ്രഹിച്ചിട്ടല്ല. ഞങ്ങളെ കയ്യിലൊക്കെ പ്രസംഗിച്ച് പോകുമ്പോൾ ഒരു കവർ തരും കേട്ടോ. ആ കവർ കട്ടി കൂടിയാൽ നമ്മൾ തുറന്നു നോക്കും. ഇത്ര വേണ്ടട്ടോ, നമ്മളെ വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള മതി, ഇത് അങ്ങോട്ട് തന്നെ വെച്ചോ, തിരിച്ചു കൊടുക്കല. ഇത് വരുമാനമല്ല. സംഘാടകർക്ക് ഇത് കേൾക്കുമ്പോൾ ധൈര്യമില്ലേ? സമാധാനത്തിൽ കൊടുക്കാലോ, മതി. ആ ഓപ്പണായിട്ട് നമ്മളെ, ഇത് റെക്കോർഡിംഗ് അല്ലേ, ഏത് നാട്ടുകാർക്കും കേൾക്കാലോ. ഇത് നമ്മളെ മക്കളെ പോറ്റാനുള്ള വരുമാനമല്ല. അല്ല, ഇത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ആ വണ്ടിയുടെ ചെലവ് മാത്രം. അതിനപ്പുറം നമ്മൾ ആഗ്രഹിക്കണേ ഇല്ല. ഇത് അള്ളാഹുവിൻ്റെ ദീന, അള്ളാൻ്റെ ദീന. മനസ്സിലായില്ലേ? പിന്നെ പള്ളിക്കോ മദ്രസക്കോ കലക്ഷനും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ പറയും, അതുപോലെ കൊടുത്തോട്ടെ. അതിനൊരു കോഴിമുട്ട വെച്ചിട്ട് ഒരാളെത്തു നിന്ന് 1,10,000 ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, പള്ളി കൊടുക്കാൻ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ചിന്തിക്കുക, ആലോചിക്കുക. റബ്ബ് നമ്മെ ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി, എന്നിട്ട് നന്നായി ചെലവഴിക്ക്, പടച്ചോൻ്റെ മാർഗത്തിൽ കൊടുക്ക്. സാധുക്കളുണ്ട്, ധാരാളം മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. വീട് ഇപ്പോഴില്ലാത്തവരുണ്ട്. ഒരു 4 ലക്ഷം രൂപക്ക് വീടുണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. എന്നിട്ട് ഗവൺമെൻറ് കൊടുക്കണേ 4 ലക്ഷം. മുമ്പ് 40,000 ആയിരുന്നു പണ്ട്, അല്ലേ? പണ്ടല്ല, കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇപ്പൊ 4 ലക്ഷം വീടാവോ? ആവൂല. അതുകൊണ്ട് നാട്ടിൽ ഹിന്ദുവിൻ്റെ വീട്, ക്രിസ്ത്യാനിൻ്റെ വീട്, പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്, സുഹൃത്തുക്കളെ ഒന്നിച്ച് ചേര്. പലതുള്ളി പെരുവെള്ളാണ്, നിങ്ങൾ സഹായിക്ക്. അതിനാ ക്ലബും ചാരിറ്റിയും ഒക്കെ. മനസ്സിലായില്ലേ? അവിടെ ജാതി മതമൊന്നുമില്ല. വേദനിക്കുന്നൊരു മനുഷ്യണ്ട്, ആംബുലൻസ് നാട്ടുകാരെല്ലാവരും കൂടി ഒന്ന് വാങ്ങിയിട്ട് ആ ഡീസലിൻ്റെ പൈസ മാത്രം അടിച്ചാൽ മതി, ഡ്രൈവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, പോട്ടെ. അങ്ങനെ ആളുകളെ സഹായിക്ക്, ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കി. ചോർന്നൊലിക്കുന്ന വീട് ഇന്നുണ്ടോ? കറണ്ട് എത്താത്ത വീട് ഇന്നുണ്ടോ? കുടിവെള്ളം കിട്ടാത്ത വീടുണ്ടോ? അവിടേക്ക് ചെല്ല്, നിങ്ങളുടെ സഹായം എത്തട്ടെ. പള്ളിയിൽ 1ാമത്തെ സൊഫിലുണ്ടാവും. ഭയങ്കര ഉഷാറാ. ചിലപ്പോൾ പേരിൻ്റെ കൂടെ ഹാജി എന്നുണ്ടാവും. അതൊന്നും ആരും വിളിക്കണ്ട കേട്ടോ. ഇവിടെ ഇരിക്കണോട് ഞാൻ പറയാ, എന്താ പേര് ചോദിക്കുമ്പോൾ ചില ആൾ മുഹമ്മദ് ഹാജി. ഇനി ഇവിടെ അങ്ങനെ കഷ്ടകാലത്തിന് മുഹമ്മദ് ഹാജി ഉണ്ടോ എനിക്കറിയില്ല. ഇബ്രാഹിം ഹാജി, മൂസ ഹാജി. എന്താ കാരണം? ഒരു പ്രാവശ്യം ഹജ്ജിന് പോയി. അപ്പോൾ എന്നും നിസ്കരിക്കുന്ന ഒരാളോട് പേര് വെച്ചു. എന്താ എൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് നിസ്കാരി. അറിയലുണ്ടോ? ഇല്ല. അതൊരു ആരാധനയാണ്, അത് നമ്മളെ പേർക്ക് ചേർക്കാനുള്ളതല്ല. അത് അവിടെ പിന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ പേരിങ്ങനെ അവിടുത്തെ വളണ്ടിയർമാർക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാവരും വിളിക്കും ഹാജിന്ന്. മനസ്സിലായില്ലേ? അത് തിരിച്ചറിയാനാ. അത് ആരെങ്കിലും ഒന്ന് വിളിച്ചു എന്നുള്ളതുകൊണ്ട് കുറ്റമൊന്നും കിട്ടൂല. നമ്മൾ തന്നെ പേര് എഴുതുക, ഞങ്ങൾ തന്നെ എഴുതിക്കൊള്ളി റെസീറ്റ്. അവിടെ മൂപ്പരനെ എഴുതുക, അബൂബക്കർ ഹാജി. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിനുള്ളിൽ ഒരു റിയാവും വരാതെ സൂക്ഷിക്കുക. നമ്മളെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണം, അതിനാ നമ്മൾ പണിയെടുക്കണത്. നമ്മുടെ ഇബാദത്ത് അള്ളാഹു കബൂൽ ചെയ്യണം, അതിനാ നമ്മൾ ജോലി ചെയ്യണത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു താല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പ്രബോധകന്മാരായ പ്രഭാഷകന്മാരായ നമ്മുടെ ചെറുതും വലുതുമായ പണ്ഡിതന്മാരെയും ആളുകളെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു അവിടെ ശാരീരികമായ അസ്വസ്ഥതകൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമുള്ള രോഗത്തിന് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന പുതിയ തലമുറയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ അനുജന്മാരെയും അനുജത്തിമാരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്.
അള്ളാഹു ഫലസ്തീനിന്റെ മണ്ണിൽ ഇന്നും വേദനിക്കുന്ന ആളുകൾക്ക് നീ ആശ്വാസവും അറുതിയും ഉണ്ടാക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ജേഷ്ഠാനികന്മാർ പലരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നീ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ മരണം എവിടെയാണെന്നറിയില്ല. അപകടങ്ങളിൽ നിന്ന്, ദാരുണമായ നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നോർമലായ മരണം, ദീർഘായുസ് നൽകി അള്ളാഹുവേ, നല്ല ജീവിതം നൽകി ഒരു നല്ല മുഅ്മിനിന്റെ മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരിക്കുമ്പോൾ എവിടെ വെച്ചാണ്, ഏത് സ്ഥലത്താണ്, എപ്പോഴാണ്, ഏത് സമയത്താണ് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, അള്ളാഹുവെ ബിസിനസ്സുകാരുണ്ട്. റബ്ബേ, ഞങ്ങൾ എടുക്കുന്ന ജോലിയിൽ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, മക്കൾക്ക് അസുഖമായി, മാതാപിതാക്കൾക്ക് അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, നീ പെട്ടെന്ന് വേഗത്തിലുള്ള ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പുതിയ തലമുറ, അള്ളാഹുവെ, അവർക്ക് നീ ഹക്കായി പഠിപ്പിച്ച് സത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹു ഹൗദുൽ കൗസറിൽ നിന്ന് ആ തിരുകൈകൾ കൊണ്ട് വെള്ളം കോരിത്തരുമ്പോൾ വാങ്ങി കുടിക്കാനും അള്ളാഹുവെ, സ്വർഗത്തിൽ ആ മുത്ത് നബിയോടൊപ്പം പ്രവേശിക്കുവാനുമുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന സുഖമില്ല എന്ന് കൃത്യതയിൽ പടച്ചവനെ ഓർമ്മയുണ്ടായിട്ടും അള്ളാഹുവെ, എളിയ പ്രബോധകന്മാരായ ഞങ്ങൾ നിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവെ തൊണ്ട പൊട്ടുമാറി എഴുന്നേറ്റ് നിൽക്കുന്നു. ഭൗതിക ലാഭം ആഗ്രഹിക്കാതെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഇതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.